സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ചർച്ച ചെയ്തു. ഡിപ്രീസിയേഷനിൽ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ബാക്കി വെച്ചു അല്ലെ. നമ്മൾ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നത് സെക്ഷൻ 35 ആണ്. സോ ആസ്ക് മീ വേർ ആർ സെക്ഷൻ 33 ആൻഡ് 34. 33 ആൻഡ് 34 നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ അപ്ലിക്കബിൾ അല്ല. നമ്മൾ നേരെ ചാടുന്ന സെക്ഷൻ 35ലോട്ടാണ്. ഓക്കെ, now we are discussing section 35, which is a very important section. നമുക്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടും അല്ലാതെയും പ്രാക്ടിക്കൽ ലൈഫിലും ഇനിയിപ്പോ ഇതല്ലാതെയും ഇതിന്റെ ഒരു പൊടി നിങ്ങൾ FM-ല് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ കാണും സെക്ഷൻ 35ന്റെ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ചാപ്റ്ററിൽ ഒരു പൊടി, ഇതിന്റെ ഒരു പൊടിയൊക്കെ കാണാൻ പറ്റും. സോ സെക്ഷൻ 35 എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. ലിസൺ, ഈ എക്സ്പെൻഡിച്ചർ ഓഫ് സയന്റിഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഒരു ബിസിനസ് ഇപ്പോ എന്താ ഐ വാച്ച് ആപ്പിള് വാച്ച് ടച്ച് വാച്ച് ഇറക്കി, ഐ വാച്ച് ഇറക്കി അല്ലെ. ഈ ഐ വാച്ച് ഇപ്പോ സ്റ്റീവ് ജോബ്സ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. സ്റ്റീവ് ജോബ്സ് ഒരു ഐഡിയ തോന്നുകയാണ് ഒരു ടച്ച് വാച്ച് ഇറക്കണം, നാളെ തന്നെ. അന്ന് വരെ ടച്ച് വാച്ച് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ലോകത്തില്ല എന്ന് വിചാരിക്കുക. ഇന്ന് വിചാരിച്ച ഒരു സാധനം നാളെ തന്നെ ഇറക്കാൻ പറ്റും? സ്വാഭാവികമായും നാളെ തന്നെ ഇറക്കാൻ പറ്റില്ല. ഹി നീഡ്സ് കണ്ടിന്യൂസ് പ്രാക്ടീസ്, കണ്ടിന്യൂസ് എക്സ്പെരിമെന്റേഷൻ നടത്തിയതിനു ശേഷം മാത്രം ഒരു പുതിയൊരു പ്രൊഡക്റ്റ് എന്നല്ല എന്തൊരു ഇന്നോവേറ്റീവ് ആയുള്ള സാധനം നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. സോ അത്തരം കാര്യങ്ങൾക്ക് കുറെ സയന്റിഫിക്കൽ ആപ്ലിക്കേഷൻ വേണം, റിസർച്ച് നടത്തണം. സോ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അത്തരത്തിലുള്ള സയന്റിഫിക് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സയന്റിഫിക് റിസർച്ചിന് നടത്തിയ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ സെക്ഷൻ 35 പറയുന്നത്. സോ അതിന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട് സെക്ഷൻ 35ന്. ഞാനൊരു ഫ്ലോ ചാർട്ട് വരച്ചിരും. ആ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെക്ഷൻ 35ന് ഞാനൊരു ഫ്ലോ ചാർട്ട് വരച്ചിടാൻ പോകട്ടെ. ലിസൺ വെരി കെയർഫുള്ളി. സോ സെക്ഷൻ 35 എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് അല്ലെ. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഇൻ ഹൗസും ഒന്ന് ഔട്ട് ഹൗസും. ഔട്ട് ഹൗസ് മീൻസ് ഒന്ന് ഇൻ ഹൗസും ഒന്ന് ഔട്ട്സൈഡേഴ്സും. മൗസ് എത്ര ശരിയല്ലെന്ന് അതാണ് സംഭവം. ഒന്ന് ഇൻ ഹൗസും ഒന്ന് ഔട്ട്സൈഡേഴ്സും. ഇൻ ഹൗസ് ഇൻ ദ സെൻസ് ഇപ്പൊ ആപ്പിൾ പോലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യത്തിന് പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും അവർക്ക് സ്വന്തമായി റിസർച്ച് ടീം ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻഹൗസ് റിസർച്ച് ചെയ്യും. ഇൻഹൗസ് ആയിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളും കണ്ടുപിടിച്ച് അവർ സ്വന്തമായിട്ട് റിസർച്ച്, സ്വന്തം ചെലവിൽ റിസർച്ച് നടത്തി അവരങ്ങനെ പോകും. ഇനി ബാക്കി ചിലവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നില്ല. ബാക്കി ചിലവർ എന്ത് ചെയ്യും? ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡേഴ്സിന് കോൺട്രിബ്യൂഷൻ നൽകും. നിങ്ങൾ നടത്തിക്കോ, റിസർച്ച് ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ഔട്ട്സൈഡേഴ്സിന് കോൺട്രിബ്യൂഷൻ നൽകും. സോ നമുക്ക് ഇൻഹൗസ് റിസർച്ച് എക്സ്പെൻഡിച്ചറിനെ പറ്റി പഠിക്കാണ്ട് ഔട്ട് ഹൗസ് റിസർച്ച് എക്സ്പെൻഡിച്ചറിനെ പറ്റി പഠിക്കാണ്ട്. ഔട്ട് ഹൗസ് വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് ആദ്യം ഇതിനെ പറ്റി ചർച്ച ചെയ്യാം. ഇൻഹൗസ് സയന്റിഫിക് എക്സ്പെൻഡിച്ചറെ പറ്റി ചർച്ച ചെയ്യാം. ലിസൺ വെരി കെയർഫുള്ളി. എന്താണ് ഇൻഹൗസ് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ? ഇൻഹൗസ് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളായിട്ട് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻഹൗസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഹൗസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സയന്റിഫിക് റിസർച്ച് നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹൗസ്. നമ്മുടെ കമ്പനിയിൽ തന്നെ സയന്റിഫിക് റിസർച്ച് നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹൗസ് എക്സ്പെൻഡിച്ചർ. അതിൽ തന്നെ രണ്ട് കേസ് ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ വാട്ട് ഡു മീൻ ബൈ റവന്യൂ എക്സ്പെൻഡിച്ചർ? ഫോർ എക്സാമ്പിൾ എനിക്ക് റിസർച്ച് നടത്താൻ കുറച്ച് ഫിസിക്സിൽ അത്രയധികം ഡീപ്പ് നോളജ് ഉള്ള ആൾക്കാരെ വേണം. ഒരു ഫ്രീ ആയിട്ടൊന്നും നടത്തി തരുമോ? ഇല്ല, ഫ്രീ ആയിട്ടൊന്നും നടത്തി തരില്ല. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സാലറി കൊടുക്കേണ്ടി വരും. സോ അത്തരം സയന്റിഫിക് റിസർച്ചുകൾക്ക് വേണ്ടി നടത്തുന്ന സാലറി പോലത്തുള്ള എക്സ്പെൻഡിച്ചറെ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. വെരി സിമ്പിൾ. ഇനി അപ്പൊ എന്തായാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ്, പൈസ ഒരു പ്രശ്നമില്ലാത്തൊരു റിലയൻസ് ആണെന്ന് വിചാരിക്കുക. റിലയൻസ് കമ്പനീസ് അവരൊരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിന് അവർ റിസർച്ച് നടക്കാൻ തുടങ്ങാം. ഒരു 5 മാസത്തെ റിസർച്ചിന്റെ ഇവരെന്ത് ചെയ്യും? ഈ 5 മാസത്തെ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ആയിരിക്കും സയന്റിസ്റ്റുകളൊക്കെ കൊണ്ട് അവിടെ അതിനു വേണ്ടി മാത്രം അലോക്കേറ്റഡ് ആയിട്ട് റിസർച്ചുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ ബിൽഡിംഗ് മേടിക്കുന്ന കോസ്റ്റ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ രണ്ട് തരത്തിൽ എക്സ്പെൻഡിച്ചർ ആണുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇതിന്റെ ഡിഡക്ഷൻ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെയാണ് അലോ ചെയ്തേക്കുന്നത്? സാലറി
സാലറി എന്നൊന്ന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. പക്ഷെ സാലറിയിൽ എന്ത് ചെയ്യരുത്, പെർക്യൂസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ വന്നിരിക്കുന്ന സയന്റിസ്റ്റിന് 10 ലക്ഷം രൂപയാണ് സാലറി കൊടുക്കുന്നത്. അതിൽ 8 ലക്ഷം രൂപ നോർമൽ സാലറിയും 2 ലക്ഷം രൂപ പെർക്യൂസിറ്റും ആണെങ്കിൽ നിങ്ങൾക്ക് P&L എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റും എന്ത് മാത്രം, 8 ലക്ഷം മാത്രം. ബിക്കോസ് പെർക്യൂസിറ്റ് നിങ്ങൾക്ക് എന്തായി കാണിക്കാൻ പറ്റില്ല, എക്സ്പെൻസ് ആയി കാണിക്കാനായിട്ട് പറ്റില്ല. അടുത്തത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് യൂട്ടിലിറ്റീസ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് യൂട്ടിലിറ്റീസ് സിംപ്ലി മീൻസ് റോ മെറ്റീരിയൽ. സോ രണ്ട് കാര്യം മാത്രമാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയി കാണിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് സ്റ്റാഫ് സാലറിയും, ഒന്ന് സാലറിയും, മറ്റേത് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റും. അപ്പാർട്ട് ഫ്രം ദിസ്, ഇതല്ലാണ്ട് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. ഇനി അത് മാത്രമല്ല, ഈ സാലറിയും റോ മെറ്റീരിയലും ഡിഡക്ഷൻ ആയി കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു സ്പെഷ്യൽ അഡീഷണൽ കാര്യം കൂടി വേണ്ടിവരും. എന്താ അഡീഷണൽ കാര്യം? യു നീഡ് അപ്രൂവൽ ഫ്രം അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഷുഡ് ബി ഓൾസോ ബി കൺസിഡർഡ് വൈൽ ക്ലെയിമിംഗ് ദ ഡിഡക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഞാന് സാലറി ആയിട്ട് ഒരു 8 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ ഇൻകം ടാക്സ് അതോറിറ്റി പറയാണ്, നിങ്ങൾ 8 ലക്ഷം കൊടുത്തായിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഒരു 6 ലക്ഷം നിങ്ങൾക്ക് ഡിഡക്ഷൻ തരുന്നു. സോ നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 6 lakh എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ സയന്റിഫിക് റിസർച്ച്. സെക്ഷൻ 35 സയന്റിഫിക് റിസർച്ച് ആലോചിക്കുക. 35 ആലോചിച്ച് ഇൻ ഹൗസും ഉണ്ട്, ഔട്ട്സൈഡേഴ്സും ഉണ്ടെന്ന് മനസ്സിലായി. ഔട്ട്സൈഡേഴ്സ് വളരെ സിമ്പിൾ ആണ്, നമ്മൾ അവസാനത്തിലോട്ട് മാറ്റി വെച്ചു. നമ്മൾ ഇൻ ഹൗസ് ആണ് എടുത്തത്. ഇൻ ഹൗസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അതിലെ റവന്യൂവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. റവന്യൂ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയ വെറും രണ്ട് സാധനം എന്താണ്? ഒന്ന് സ്റ്റാഫ് സാലറിയും, ഒന്ന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് സിംപ്ലി മീൻസ് റോ മെറ്റീരിയൽ. ഇനി അവിടെ തന്നെ നിങ്ങൾ ബ്രാക്കറ്റിൽ നോക്കാം, ഞാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബ്രാക്കറ്റിൽ പ്രീ കമ്മൻസ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രീ കമ്മൻസ്മെന്റ്. ഐ ആം ഗോയിങ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് ടേം കമ്മൻസ്മെന്റ്. സി, ഞാന് എനിക്ക് ഇന്നൊരു ഐഡിയ കിട്ടി. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു മെഷീൻ ഐസ്ക്രീം ഉണ്ടാവില്ലോ, സോഫ്റ്റ്. ആ സോഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. അപ്പോ അത് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്ക് ആദ്യം അറിയില്ല. ആദ്യം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യണം. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്ത് ഒരു 6 മാസം റിസർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഐഡിയ കിട്ടിയിട്ട് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. സി, നമ്മൾ നോർമലി ബിസിനസ് തുടങ്ങിയാലാണ് ബിസിനസിന്റെ P&L കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള എക്സ്പെൻസ് ഇല്ലേ? ഫോർ എക്സാമ്പിൾ, പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് പറയാം. സയന്റിഫിക് റിസർച്ചിന്റെ കേസിൽ അത് പ്രിലിമിനറി എന്ന് ഒറ്റ വാക്കിൽ പറയരുത്, അത് സെപ്പറേറ്റ് സയന്റിഫിക് റിസർച്ചിന്റെ സെക്ഷനിൽ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് രണ്ട് പീരീഡ് ഉണ്ട്, പ്രീ കമൻസ്മെന്റ് ഉണ്ട്, പോസ്റ്റ് കമൻസ്മെന്റ് ഉണ്ട്. അപ്പൊ പ്രീ കമൻസ്മെന്റിലും എനിക്ക് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ വരും, പോസ്റ്റ് കമൻസ്മെന്റിലും എനിക്ക് സയന്റിഫിക് റിസർച്ച് വരും. പ്രീ കമൻസ്മെന്റിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി തുടങ്ങാനായിരിക്കും പ്രീ കമൻസ്മെന്റിൽ സയന്റിഫിക് റിസർച്ച് ഉണ്ടാവുക, എക്സ്പെൻഡിച്ചർ. പോസ്റ്റ് കമൻസ്മെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ സാധനം ഉണ്ടാക്കി കൊണ്ടുപോയില്ല, അതിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരും, അതിനെ പുതുതാക്കാൻ നോക്കും. അങ്ങനെ അപ്പോഴും സയന്റിഫിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് വരാം. ഞാനിപ്പോ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രീ കമൻസ്മെന്റിന്റെ കേസാണ്. പ്രീ കമൻസ്മെന്റ്. സോ സയന്റിഫിക് എക്സ്പെൻഡിച്ചർ സെക്ഷൻ 35 ഇൻ ഹൗസിലെ റവന്യൂ എക്സ്പെൻഡിച്ചറിലെ പ്രീ കമൻസ്മെന്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പ്രീ കമൻ എന്ന് കരുതി ഞാനൊരു ബിസിനസ് തുടങ്ങാണ്, എനിക്ക് 10 കൊല്ലം മുന്നേ 5 ലക്ഷം എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പ്രീ കമൻസ്മെന്റ് ഒരു ടൈം പീരീഡ് ഉണ്ട്, 3 ഇയേഴ്സ്. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ 3 ഇയർ. ഈ 3 ഇയറിന്റെ ഉള്ളിലുള്ള എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീ കമൻസ്മെന്റ് എന്ന പേരിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ പ്രീ കമൻസ്മെന്റിൽ റവന്യൂല് സാലറിയും റോ മെറ്റീരിയലും മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് പോസ്റ്റ് കമൻസ്മെന്റ് ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് പോസ്റ്റ് കമൻസ്മെന്റ്, ഓൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ. അവിടെയാണ് കാര്യം, അവിടെയാണ് കാര്യം. ലിസൺ, നമ്മള് റവന്യൂ എക്സ്പെൻഡിച്ചറുകളെ പറ്റിയാണ് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല. റവന്യൂ എക്സ്പെൻഡിച്ചറെ പറ്റിയാണ് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ട് സമയത്ത് സംഭവിക്കാം. ഒന്ന്, ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ മാക്സിമം 3 കൊല്ലം പ്രീ കമൻസ്മെന്റിൽ സംഭവിക്കാം. ഒന്ന്, ബിസിനസ് തുടങ്ങിയതിന് ശേഷവും സംഭവിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെ. സോ ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് സയന്റിഫിക് റിസർച്ചിന് വേണ്ടി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തിനു വേണ്ടി ചെലവാക്കിയാലും നിങ്ങൾക്ക് 100% എന്ത് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആരും നിങ്ങളോട്, ഒരു ടാക്സുകാരും നിങ്ങളോട് ഒന്നും ചോദിക്കാനായിട്ട് വരില്ല. നേരെ മറിച്ച്
പ്രീ കമൻസ്മെന്റ് ബിസിനസ് തുടങ്ങുന്നതിന് 3 കൊല്ലം മുന്നത്തിന്റെ ഇടയിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകളാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആകെ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനൊക്കെയാണ്? ഒന്ന് സാലറി. പക്ഷെ സാലറിയിൽ എന്തിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? പെർക്യൂസിറ്റ്സിന് എന്ത് ചെയ്യരുത്? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എന്താ വരിക? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. ഈ 2 സാധനങ്ങൾക്ക് മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവിടെ ആരുടെ വാക്കും കൂടി നോക്കണം. അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അതോറിറ്റി എന്തെങ്കിലും ലിമിറ്റ് വെക്കുകയാണെങ്കിൽ അതുവരെ നിങ്ങൾക്ക് നടക്കുള്ളൂ. ആ ലിമിറ്റ് എവിടെ അപ്ലിക്കബിൾ അല്ല? പോസ്റ്റ് കമൻസ്മെന്റിൽ അപ്ലിക്കബിൾ അല്ല. ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കേസ്. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി അപ്പൊ തന്നെ എന്തും പറയണം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസ് പറഞ്ഞു. വെരി സിമ്പിൾ. വെരി സിമ്പിൾ മീൻസ് വെരി സിമ്പിൾ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇതുപോലെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എപ്പോഴൊക്കെ സംഭവിക്കാം? ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ സംഭവിക്കാം, ബിസിനസ് തുടങ്ങിയതിന് ശേഷവും സംഭവിക്കാം. എന്തൊക്കെയാണ് അവിടെ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക നമുക്ക് നോക്കാം. Listen. In case of capital expenditure, allowed expenditure on plant machinery and equipment excluding land എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫ്രീ ആയാലും പോസ്റ്റ് ആയാലും ഒരു പ്രശ്നവുമില്ല. എത്ര പ്രോപ്പർട്ടി മേടിച്ചാലും, എത്ര ബിൽഡിംഗ് മേടിച്ചാലും, എന്ത് മേടിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര കിട്ടും? 100% എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ആര് മേടിച്ചാൽ മാത്രം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ലാൻഡ് മേടിച്ചാൽ മാത്രം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. സെയിം ഈസ് അപ്ലിക്കബിൾ ടു പോസ്റ്റ് കമൻസ്മെന്റ് ഓൾസോ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് രൂപയുടെ പ്ലാന്റ് മിക്സർ മേടിച്ചാലും നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി കാണിക്കാം. എക്സ്പെൻസ് ആയി കാണിക്കാന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അക്കൗണ്ട്സിൽ നിങ്ങളുടെ P&L നിങ്ങളുടെ ഒരു ഞാൻ കേട്ടെ, നിങ്ങൾ ഒരു 5 കോടി രൂപയുടെ അസറ്റ് മേടിച്ചു സയന്റിഫിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. എന്റെ ചോദ്യം, അക്കൗണ്ടിങ്ങില് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരമുള്ള ഒരു P&L ആണ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ എക്സ്പെൻസ് സൈഡിൽ 5 കോടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അസറ്റ് എന്തായിട്ടാണ്? അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വരുള്ളൂ? എവരിബഡി അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വരിക? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം യെസ്, അത് ബാലൻസ് ഷീറ്റിലാണ് വരിക. അതിന്റെ എഫക്ട് എവിടെ വരാൻ പാടില്ല? P&L വരാൻ പാടില്ല. പക്ഷേ ഇൻകം ടാക്സിൽ സെക്ഷൻ 35 പറയുന്നു എന്റെ മക്കളെ, നിങ്ങൾ സയന്റിഫിക് റിസർച്ചിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുകയാണെങ്കിൽ പ്ലാന്റ് മേടിച്ചാലും പ്രോപ്പർട്ടി മേടിച്ചാലും എക്യുപ്മെന്റ് മേടിച്ചാലും അത് എത്ര കോടി രൂപയാണെങ്കിലും നിങ്ങൾക്ക് ടാക്സേഷന്റെ P&L എക്സ്പെൻസ് സൈഡിൽ അത് എക്സ്പെൻസ് ആയി കാണിക്കാം എന്നുള്ള ഒരു കാര്യം നമുക്ക് ആര് തരികയാണ്? ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് തരികയാണ്. മനസ്സിലായോ? എന്ന് കരുതി ലാൻഡ് മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഐ ആം ഡിവൈഡിങ് ദിസ് ഇൻ ഹൗസ് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ. ഇൻ ഹൗസ് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് പ്രീയുമുണ്ട്, പ്രീ കമൻസ്മെന്റ് പീരീഡും ഉണ്ട്, നമുക്ക് പോസ്റ്റ് കമൻസ്മെന്റ് പീരീഡും ഉണ്ട്. പ്രീ കമൻസ്മെന്റ് പീരീഡിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ വരാം? 2 സമയത്തും നമുക്ക് റവന്യൂവും വരാം, ക്യാപിറ്റലും വരാം. ഇവിടെ നമുക്ക് റവന്യൂവും വരാം, ക്യാപിറ്റലും വരാം. ഇവിടെ റവന്യൂ വന്നു കഴിഞ്ഞാൽ ആകെ സാലറിക്കും കിട്ടും ഡിഡക്ഷൻ, പിന്നെ റോ മെറ്റീരിയലിനും ഡിഡക്ഷൻ കിട്ടും. ഇനി ക്യാപിറ്റൽ ആണെങ്കിലോ, ഇവിടെ എല്ലാത്തിനും ഡിഡക്ഷൻ കിട്ടും. 100% എല്ലാത്തിനും ഡിഡക്ഷൻ കിട്ടും. പക്ഷെ എന്തിനു മാത്രം കിട്ടില്ല? ലാൻഡിന് മാത്രം കിട്ടില്ല. ഈ സെയിം ഈസ് അപ്ലിക്കബിൾ ടു ഇവിടെയും 100% ഡിഡക്ഷൻ കിട്ടും. പക്ഷെ എന്തിനു മാത്രം കിട്ടില്ല? ലാൻഡിന് മാത്രം കിട്ടില്ല. നേരെ മറിച്ച് പോസ്റ്റ് കമൻസ്മെന്റിലെ റവന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാലറിന്നോ മെറ്റീരിയലിനോ പർക്യൂസിറ്റിനോ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്ര ഡിഡക്ഷൻ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ആയ കാര്യം ശ്രദ്ധിക്കുക, പ്രീ കമൻസ്മെന്റിലെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ മാത്രം ആർക്ക് ഇടപെടാൻ അധികാരമുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഇടപെടാൻ അധികാരമുണ്ട്. അവർ പറയാണ് നിങ്ങൾ ഇത്രയും ചെലവാക്കിയില്ല, കുറച്ചേ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതോറിറ്റി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കേൾക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് all about section 35 in-house scientific expenditure. All of you പറഞ്ഞു മനസ്സിലായില്ലേ? Do you understand this concept or not? ഇൻഹൗസ് എക്സ്പെൻഡിച്ചറും ഔട്ട്സൈഡേഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇൻഹൗസിനെ പറ്റി മാത്രമായിട്ടുള്ള കൺസെപ്റ്റൽ ക്ലാരിറ്റി. ക്ലിയർ? ഓൾ സെറ്റ്. അപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ ഒരാൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഇൻഹൗസിനെ പറ്റി, ഇൻഹൗസ് ആണ് കുറെ ഉള്ളത് എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരാളെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ പറ്റി നമുക്ക് നോക്കാം. ഔട്ട്സൈഡേഴ്സ്, ലിസൺ വെരി കെയർഫുള്ളി.
യെസ്, കോൺട്രിബ്യൂഷൻ ടു എക്സ്റ്റേണൽ റിസർച്ച് അസോസിയേഷൻസ്. ഇനി പറയാൻ പോകുന്നത് നമ്മൾ സ്വന്തം ചെലവിൽ, നമ്മൾ മീൻസ് നമ്മൾ സ്വന്തം ആൾക്കാരെ വെച്ചിട്ടോ ബിൽഡിംഗ് വെച്ചിട്ടോ നമ്മുടെ സ്വന്തം സ്റ്റാഫിനെ വെച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ താഴെ പറയാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ നമ്മൾ പൈസ ഡൊണേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്തിനാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? റിസർച്ച് നടത്താൻ. എന്ത് റിസർച്ച്? സയന്റിഫിക് റിസർച്ച്. ഫോർ എക്സാമ്പിൾ, ഞാന് ഏതെങ്കിലും അപ്രൂവ്ഡ് ആയിട്ടുള്ള റിസർച്ച് അസോസിയേഷനിലേക്കോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലേക്കോ കോളേജിലോട്ടോ, ആ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും എന്താ, അവിടെ സയന്റിഫിക് റിസർച്ച് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയും കോളേജ് ആണെങ്കിലോ, അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് നടത്തുന്ന ഏതെങ്കിലും ഇന്ത്യൻ കമ്പനികളാണെങ്കിലോ, അല്ലെങ്കിൽ നാഷണൽ ലബോറട്ടറി ആണെങ്കിലോ, IIT ആണെങ്കിലോ, ഇത്തരം സ്ഥലങ്ങളിലോട്ടൊക്കെ ഞാൻ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്തിനാ ഞാൻ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ മാക്സിമം സയന്റിഫിക് റിസർച്ച് നടത്തി നമ്മുടെ ഇന്ത്യനെ മുൻപന്തിയിലോട്ട് എത്തിക്കുക എന്ന് നമ്മുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ. നിങ്ങൾ എത്ര രൂപ കൊടുത്തോ അത് മൊത്തം നിങ്ങൾക്ക് എന്തായി ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് ഡിഡക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 150 ആയിരുന്നു, പക്ഷെ ഇപ്പോ 2020 ശേഷം അത് 100 ആണ്. 100 മീൻസ് നിങ്ങൾ ഒരു IIT കോഴിക്കോട്, കോഴിക്കോടില്ലല്ലോ സോറി, മദ്രാസ് IIT-യിലേക്ക് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ അയക്കാണ്. എന്തിനാണ് മദ്രാസ് IIT-യിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നത്? സയന്റിഫിക് റിസർച്ച് വളർത്താൻ വേണ്ടി നിങ്ങൾ 5 ലക്ഷം രൂപ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ P&L എക്സ്പെൻസ് സൈഡില് നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ടു IIT എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഏത് P&L? ടാക്സേഷന്റെ P&L. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ P&L അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ടാക്സേഷന്റെ P&L നിങ്ങൾക്ക് അങ്ങനെ അയക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് ഓൾ അബൌട്ട് സെക്ഷൻ 35 ആൻഡ് സെക്ഷൻ 35 ഇൻ-ഹൗസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് സയന്റിഫിക് റിസർച്ച്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഓൾ സെറ്റ്? Set my people. I need replies. I need replies. Yes. Okay. 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 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതിന്റെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനൊന്നുമില്ല. ചെറിയൊരു പ്രൊഫഷൻ അല്ലേ. ഫൈൻ. ഇനി അടുത്ത പരിപാടി നോക്കാം നമുക്ക്. The next section is section 35 AD. Section 35 AD. PGP തന്നെ ഏറ്റവും അധികം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 35 AD. ഇതിനെ പറ്റി ആഗ്രഹിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. സെക്ഷൻ 35 AD എന്താ നമുക്ക് നോക്കാം. സെക്ഷൻ 35 സിംപ്ലി മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഡിഡക്ഷൻസ്. ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോട്ടാ, സെക്ഷൻ 35 AD പ്രൊവൈഡ്സ് ഫോർ 100% ഡിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതർ ദാൻ ഓൺ ലാൻഡ്, ഗുഡ്വിൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻകോർഡ് ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നോർമൽ ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി പറയാട്ടോ, നേരത്തെ പറഞ്ഞ ആ പോയിന്റ് ഒന്നുകൂടി പറയണേ. എന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള എന്റെ P&L നോർമൽ കേസിൽ ഞാനിപ്പോ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് മേടിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം ബിൽഡിംഗ്, ഇവിടെ ബിൽഡിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10 lakhs ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, വരില്ല. P&L ഒരിക്കലും വരില്ല. എന്തിൽ മാത്രമേ വരുള്ളൂ? ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരുള്ളൂ അല്ലെ. സോ പക്ഷേ ടാക്സേഷൻ പറയാണ്, നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫൈഡ് ബിസിനസ്. ആര് സ്പെസിഫൈ ചെയ്യുന്നു? ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്നു. നമ്മൾ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്ത ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ എന്തൊഴിച്ച് ലാൻഡ് വാങ്ങാനോ ഗുഡ്വിൽ വാങ്ങാനോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനോ ഒഴിച്ച് ബാക്കി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് വാങ്ങാനോ അതോ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാനോ അത്തരം കാര്യങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ നിങ്ങൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സംഭവിച്ചതിന്റെ മൊത്തം എമൗണ്ടും 100% ഡിഡക്ഷൻ എവിടെ കാണിച്ചോ? P&L നിങ്ങൾ കാണിച്ചോളൂ എന്ന് നമ്മളോട് ആര് പറയാണ്? ഗവൺമെന്റ് പറയുക. അണ്ടർസ്റ്റാൻഡ്? അതാണ് സെക്ഷൻ 35 AD ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഡിഡക്ഷൻസ്. ഈ പറഞ്ഞ ബിസിനസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ലാൻഡിനും ഗുഡ്വില്ലിനും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനും മാത്രം ഡിഡക്ഷൻ ഇല്ല. എപ്പോഴും എന്താ എല്ലാവരും ലാൻഡിനെ ഒഴിവാക്കുന്നത്? ലാൻഡ് മേടിക്കുന്ന ഒരു കോസ്റ്റ് അല്ലെന്ന് ആദ്യം മനസ്സിലാക്കാം. ലാൻഡ് എപ്പോഴും ഒരു അപ്രീഷിയബിൾ അസറ്റ് ആണ്.
ലാൻഡ് എപ്പോഴും ഒരു അപ്രീഷിയബിൾ അസറ്റ് ആണ്. അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം ഒരിക്കലും താഴോട്ട് പോണില്ല. ടെൻസ് ടു ഗോ അപ്വേർഡ്സ്. സോ അതൊരു ചെലവല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെൻസ് ആയി എടുക്കരുത് എന്നാണ് ഇൻകം ടാക്സേഷൻ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസ്, ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ലാൻഡ് ഈസ് എൻ എക്സ്ക്ലൂഡഡ് ഐറ്റം. ലാൻഡിനെ നമ്മൾ മാറ്റി നിർത്തിക്കാണ്. പിന്നെ പറയുകയാണ് ഇവിടെ ഗുഡ് വിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പർച്ചേസ്ഡ് ഗുഡ് വിൽ അസറ്റ് ആണ്. ആ ഗുഡ് വിൽ മേടിക്കുമ്പോഴും ആ ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇന്ത്യൻ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ഇന്റർമീഡിയറ്റിൽ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കും, ഫൈനൽ ലെവലിൽ പഠിക്കും. അത് മേടിക്കുമ്പോഴും ഈ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസുകളൊക്കെ പെടുന്ന എല്ലാ ബില്ലുകളും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ പെടുന്നതാണ്. അത്തരം സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിന്റെ ഒന്നും വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, P&L ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ പറഞ്ഞു സ്പെസിഫൈ ചെയ്ത ബിസിനസ്സുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ അല്ലെ. ആര് സ്പെസിഫൈ ചെയ്ത്? ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്തത്. ഏതൊക്കെ ബിസിനസ്സുകളാണ് സ്പെസിഫൈ ചെയ്തെന്നുള്ള ലിസ്റ്റ് ആണ് താഴെ പറയാൻ പോകുന്നത്. ലിസൺ, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബിസിനസ്സുകൾ ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് ശേഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, സ്പെസിഫൈഡ് ബിസിനസ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് എന്താവില്ല, സ്പെസിഫൈഡ് ബിസിനസ് ആവില്ല. ഫോർ എക്സാമ്പിൾ, ഒരു 3 സ്റ്റാർ ഹോട്ടൽ ഇന്ന് തുടങ്ങിയ 3 സ്റ്റാർ ഹോട്ടൽ ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നേരെ മറിച്ച് 2010 മുന്നേ തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിൽ അത് എന്താവില്ല, സ്പെസിഫൈഡ് ബിസിനസ് ആവില്ല. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. ഈ പറഞ്ഞ ഇയറിന് ശേഷം തുടങ്ങിയാൽ മാത്രമാണ് എന്തുള്ളൂ, സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 2017 ശേഷം തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പോർട്ടന്റ് ആയ നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ബിസിനസ്സുകളെ പറ്റി മാത്രം പറയാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി വിടാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് 2012 ശേഷം തുടങ്ങിയ സ്റ്റോറേജ് ഫെസിലിറ്റി ഓഫ് ഷുഗർ. സ്റ്റോറേജ് ഫെസിലിറ്റി ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ വെയർ ഹൗസ്. നമ്മൾ ഷുഗർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയർ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വെയർ ഹൗസ് ബിസിനസ് ആണ് നമുക്കെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാൻഡിനും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനും ഗുഡ് വിലും അല്ലാത്ത ബാക്കി എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എനിക്ക്, ഫോർ എക്സാമ്പിൾ എനിക്ക് പുതിയൊരു വെയർ ഹൗസ് എടുക്കണം. ആ വെയർ ഹൗസ് എടുക്കാൻ 20 കോടി രൂപ ചെലവുണ്ട്. 20 കോടി നമുക്ക് എവിടെ കാണിക്കാൻ പറ്റും, P&L കാണിക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങളൊരു സ്പെസിഫൈഡ് ബിസിനസ് ആയതുകൊണ്ട്. സോ ഷുഗറിന്റെ സ്റ്റോർ ഹൗസ് ഫെസിലിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മാനുഫാക്ചർ ആൻഡ് അപ്പിക്കൾച്ചർ ഓഫ് ഹണി ഓർ ബീ വാക്സ്. നമ്മൾ ഈ തേനീച്ചനെ വളർത്തില്ല, തേനിന് വേണ്ടിയിട്ട് 2012 ശേഷം നമ്മുടെ ബിസിനസ് അപ്പിക്കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹണീനെ വളർത്തൽ, ബീനെ വളർത്തലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താക്കി കണക്കാക്കാം, ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആക്കി കണക്കാക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയ സ്പെസിഫൈഡ് ബിസിനസ് 2011 ശേഷം തുടങ്ങിയ ഫെർട്ടിലൈസർ മാനുഫാക്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടേതെങ്കിൽ, നമ്മൾ 1/4/2011 ശേഷം തുടങ്ങിയതാണെങ്കിൽ നമ്മളൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചില പ്രത്യേക അസറ്റുകൾ വെച്ച് ബാക്കി ഉണ്ടാവുന്ന എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റൂട്ടാ. അടുത്തത് രണ്ടെണ്ണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ, 2010 ശേഷം സെറ്റപ്പ് ചെയ്ത 100 ബെഡെങ്കിലുമുള്ള ഹോസ്പിറ്റൽ. മനസ്സിലായോ? 2010 ശേഷം സെറ്റപ്പ് ചെയ്ത 100 ബെഡെങ്കിലുമുള്ള ഹോസ്പിറ്റലിലെ സ്പെസിഫൈഡ് ബിസിനസ് ആണ്. അപ്പൊ എന്റെ ചോദ്യം, 2010 ശേഷം എനാക്ട് ചെയ്ത 95 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ സ്പെസിഫൈഡ് ബിസിനസ് ആണോ? യെസ് ഓർ നോ? 2010 ശേഷം എനാക്ട് ചെയ്ത, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത 95 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ സ്പെസിഫൈഡ് ബിസിനസ് ആണോ? നോ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, ഒരു 1500 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ വിച്ച് വാസ് കൺസ്ട്രക്ടഡ് ആൻഡ് വിച്ച് സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക് ഇൻ 2005, അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണോ? 2005 സ്റ്റാർട്ട് ചെയ്ത്, യെസ്, അതും എന്തല്ല, ഒരു സ്പെസിഫൈഡ് ബിസിനസ് അല്ല. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാര്യം വേണം ചെയ്യുന്നു, ആ പറഞ്ഞ ഇയറിന് ശേഷമായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, 2010 ശേഷം സ്റ്റാർട്ട് ചെയ്ത 2 സ്റ്റാർ, മിനിമം 2 സ്റ്റാറുള്ള ഹോട്ടൽസ്. മനസ്സിലായ? 2010 ശേഷം സ്റ്റാർട്ട് ചെയ്ത എല്ലാ 2 സ്റ്റാർ ഹോട്ടലുകളും മിനിമം 2 സ്റ്റാർ, അപ്പൊ 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഒക്കെ പെടും. എല്ലാം എന്താണ്, സ്പെസിഫൈഡ് ബിസിനസ് ആണ്. ആൻഡ് ദി നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. നമ്മൾ ഭക്ഷ്യധാന്യങ്ങള് സ്റ്റോർ ചെയ്യാനുള്ള വെയർ ഹൗസ് ഉണ്ടാക്കിയെങ്കിലും അതും എന്ത് തന്നെയാണ്, സ്പെസിഫൈഡ് ബിസിനസ് ആണ്. സോ എഡൗട്ട്. ഞാൻ നോർമൽ ക്ലാസ്സിൽ ചോദിക്കാനുള്ള ഡൗട്ട് ആണത്. വെയർ ഹൗസിംഗ് ഓഫ് ഷുഗർ സെപ്പറേറ്റ് പറഞ്ഞു, വെയർ ഹൗസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സെപ്പറേറ്റ് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? ഷുഗർ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് വെയർ ഹൗസിംഗ് ഓഫ് ഷുഗർ വേറെ പറഞ്ഞത്, വെയർ ഹൗസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വേറെ പറഞ്ഞത്? വൈ? ഐ നീഡ് ആൻ ആൻസർ.
നോ എന്ന് പറഞ്ഞ കാരണം യെസ്, ഷുഗർ എന്താണ്? ഷുഗർ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അല്ല. ഷുഗർ കെയിൻ ആണ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഷുഗർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഷുഗറിന്റെ വെയർ ഹൗസ് വേറെയും അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ വെയർ ഹൗസ് വേറെ തന്നെ പറഞ്ഞിരിക്കട്ടാ. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇതും കൂടെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഒന്നും നിങ്ങളുടെ എക്സാമിന് വരുന്ന സംഭവങ്ങളെല്ലാം നോർമലി. ബാക്കിയുള്ളത് ലാസ്റ്റ് വൺ, 2009 ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത കോൾഡ് ചെയിൻ ഫെസിലിറ്റി. കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഹെലൻ സിനിമയിലെ, ഹെലൻ സിനിമയിൽ ആ കൊച്ചു ഒരു ഫെസിലിറ്റി, ആ ഫ്രൈഡ് ചിക്കന്റെ ഒരു കോൾഡ് സ്റ്റോറേജിനുള്ളിൽ പെടുന്നില്ലേ, അത്തരം കോൾഡ് സ്റ്റോറേജുകൾ വിളിക്കുന്ന പേരാണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി. സോ 2009 ശേഷം എനാക്ട് ചെയ്ത എല്ലാ കോൾഡ് ചെയിൻ ഫെസിലിറ്റികളും എന്താണ്? സ്പെസിഫൈഡ് ബിസിനസ്സുകളാണ്. സോ ഐ എം സേയിങ് എ ഷോർട്ട് ലിസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ സ്പെസിഫൈഡ് ബിസിനസ്? വേഗം പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചർ അല്ലെ, പിന്നെ 2 സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾ, പിന്നെ 100 ബെഡ്സ് മിനിമം ഉള്ള ഹോസ്പിറ്റല്, പിന്നെ ബി വാക്സിംഗ് ഓർ അപ്പിക്കൾച്ചർ, പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ വെയർ ഹൗസ്, പിന്നെ ഷുഗറിന്റെ വെയർ ഹൗസ്, പിന്നെ കോൾഡ് ചെയിൻ ഫെസിലിറ്റി. 7 എണ്ണമാണ് പറഞ്ഞതാണ് തോന്നുന്നത്. ഈ 7 എണ്ണമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ട സ്പെസിഫൈഡ് ബിസിനസ്സുകൾ. അവരുടെ ഇയറും പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഇവർക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ എന്ത് കിട്ടാൻ പോണത്? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോ, the deduction under section 35 AD would be applicable only if the taxpayer opts to file under the old tax regime. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ ഇത് കിട്ടില്ല. അത് നിങ്ങൾ പേടിക്കണ്ട. ഞാനിപ്പോ പറയുന്ന എല്ലാം, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന മൊത്തം നമ്മുടെ നോർമൽ പണ്ടത്തെ ടാക്സ് റെജീമിലുള്ളതാണ്, ഡിഫോൾട്ടിലുള്ളതല്ല. ഞാൻ ക്ലാസ് എടുക്കുക എപ്പോഴും നോർമൽ ടാക്സ് റെജീമിലാണ്. എന്നിട്ട് ഡിഫോൾട്ടിലേക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് പറയാം. കാരണം നോർമൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നോർമലിലാണ് എല്ലാം ഇൻക്ലൂസീവ് ആയുള്ളത്. അതിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഡിഫോൾട്ട് ആവും. മനസ്സിലായി? സോ ഡിഫോൾട്ടിന്റെ വേറെ തന്നെ ഒരു ക്ലാസ് ആണ്, 115 വേറെ തന്നെ ഒരു ക്ലാസ് ആണ്. സോ അത് ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത്. സോ സെക്ഷൻ 35 AD 115 കിട്ടില്ല, നോർമലിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി when a company builds, operates and maintains the present infrastructure resort apart from managing it, the business must be established and registered in India. ബിസിനസ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തായിരിക്കണം. പിന്നെ അത് ലീഗൽ അഗ്രിമെന്റിന്റെ പുറത്തായിരിക്കണം എന്നൊക്കെ കുറച്ച് കോമൺ പോയിന്റ്സ് ആണ്. ഈ 2 പോയിന്റ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലോട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ താഴെയുള്ള ഈ 2 പോയിന്റും they are mandatory. You must understand that points. Listen, first one, the specified business must not have been set up by splitting up or renovating an existing business. See, നമ്മൾ പറഞ്ഞ ബിസിനസ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ മാരുതിന്റെ സുസുക്കി ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല, മാരുതി സുസുക്കി പറയാൻ പറ്റില്ല. ഇപ്പോ ഹോട്ടൽ എന്ന് പറയുമ്പോ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടൽ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം, ഗ്രാൻഡ് ഹയാത്ത്. അതില് ആ ഗ്രാൻഡ് ഹയാത്ത് ഗ്രാൻഡായി സെപ്പറേറ്റ് ചെയ്തു, ഹയാത്തായി സെപ്പറേറ്റ് ചെയ്തു അസ്യൂം ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ നടന്നിട്ടില്ലേ, അസ്യൂം ചെയ്യാം. എന്നിട്ട് ഹയാത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങി. എന്നിട്ട് അവരെ സ്പെസിഫൈഡ് ബിസിനസ് ആക്കാൻ പറ്റുമോ വെച്ചാൽ ഒരിക്കലും നടക്കില്ല. സി, സ്പെസിഫൈഡ് ബിസിനസ് പഴയൊരു ബിസിനസ് സ്പ്ലിറ്റ് അപ്പ് ആക്കാനോ അതോ പഴയൊരു ബിസിനസ് റിനോവേറ്റ് ചെയ്ത് പുതിയൊരു ബിസിനസ് ആക്കിയതോ അതിനൊന്നും സ്പെസിഫൈഡ് ബിസിനസ് ആക്കാൻ പറ്റില്ല. ഇഫ് എ ബിസിനസ് ഹാസ് ടു ബി സ്പെസിഫൈഡ് ബിസിനസ്, ഇറ്റ് ഷുഡ് ബി ന്യൂ, ഇറ്റ് ഷുഡ് ബി ഫ്രഷ്. ന്യൂ ഇൻ ദ സെൻസ് വേറെ ഒന്നിൽ നിന്നും വന്നതായിരിക്കരുത്. ഇപ്പൊ 2 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് സ്പെസിഫൈഡിലോട്ട് പോകാൻ താല്പര്യം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ന് ഞാൻ ഒരു നോർമൽ ബിസിനസ് തുടങ്ങി, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പെസിഫൈഡിലോട്ട് മാറുന്നു തോന്നി, അതൊക്കെ മാറാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓൾഡ് ബിസിനസിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടോ റിനോവേറ്റ് ചെയ്തിട്ടോ ഒരു പുതിയ സ്പെസിഫൈഡ് ബിസിനസ് ആക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് മനസ്സിലായോ? സി, ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ നിങ്ങൾക്ക് ഒരിക്കലും സ്പെസിഫൈഡ് ആക്കാൻ പറ്റില്ല. അവർ എത്ര റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയാലും എത്ര ഡിസൈൻ ചെയ്ത് പുതിയതാക്കിയാലും അതിനെ സ്പെസിഫൈഡ് ആക്കാനായിട്ട് ആക്ട് നമ്മളെ അലോ ചെയ്യുന്നില്ല. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? സെറ്റ്? പറഞ്ഞ പ്രശ്നം ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, ലാസ്റ്റ് നോക്കിക്കോ, ദ സ്പെസിഫൈഡ് ബിസിനസ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ യൂസിങ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ് ടു 20% ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ക്യാൻ ബി സെക്കൻഡ് ഹാൻഡ്. ലിസൺ കേട്ടോ, ഇത് മുന്നേ ഞാൻ എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറയാണ് നിങ്ങൾക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ വാങ്ങി ഡിഡക്ഷൻ കിട്ടും അല്ലെ, പക്ഷെ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാൻ ഡിഡക്ഷൻ കിട്ടില്ല. എവിടെയാണ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി കാര്യം പറഞ്ഞത്? എനിബഡി ഓഫ് റിമെമ്പർ? ഞാൻ എവിടെയാണ് ഈ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയെ പറ്റി പറഞ്ഞത്? ഡു എനിബഡി ഓഫ് റിമെമ്പർ?
കറക്റ്റ്. ഡിപ്രീസിയേഷൻ, എന്ത് ഡിപ്രീസിയേഷൻ? അഡീഷണൽ ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് സെക്കൻഡ് മിഷനറി ആണെങ്കിൽ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പറ്റില്ല അല്ലെ? അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ലിസൺ, നമ്മൾ ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്, നമുക്കറിയാം ലാൻഡും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഗുഡ്വിൽ അല്ലാതെ എന്ത് മേടിച്ചാലും എനിക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലെ? പക്ഷെ എനിക്ക് പ്ലാന്റ് ആൻഡ് മിസ്റ്ററി മേടിക്കുകയാണെങ്കിൽ ഞാൻ ന്യൂ പ്ലാന്റ് ആൻഡ് മിസ്റ്ററി മേടിക്കണം. ഇനി ഓൾഡ് പ്ലാന്റ് ആൻഡ് മിസ്റ്ററി മേടിക്കുക എന്ന് വിചാരിക്കാം. പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ ലിമിറ്റ് ഉണ്ട്. എത്ര വരെ? അപ് ടു 20% ഓഫ് പ്ലാന്റ് ആൻഡ് മിസ്റ്ററി. ലിസൺ ലിസൺ, വിത്ത് ആൻ എക്സാമ്പിൾ ഐ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. എന്റെ കയ്യില് ഇപ്പോ 10 കോടി രൂപയുടെ പ്ലാന്റ് ആൻഡ് മിസ്റ്ററി ഇപ്പൊ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലുണ്ട്. എന്റെ ഒരു സ്പെസിഫൈഡ് ബിസിനസ്സാണ്. അപ്പൊ ഞാൻ ഒരു 3 കോടി രൂപയുടെ പ്ലാന്റ് ആൻഡ് മിസ്റ്ററി മേടിക്കാനായിട്ട് പോവാം. അപ്പൊ എന്റെ സ്പെസിഫൈഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുതാൻ പോവാണ് എന്റെ P&L. ഈ 3 CR ഞാൻ P&L എഴുതാൻ പോവാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത്, ഈ 3 കോടിയുള്ള പ്ലാന്റ് ആൻഡ് മിസ്റ്ററി ഞാൻ മേടിക്കാൻ പോകുന്നത് ഓൾഡ് ആണ്, സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ആക്ട് എന്താണെന്ന് പറയുന്നത് അറിയോ? സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഇതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മിസ്റ്ററിയുടെ 20% എടുക്കുക. മീൻസ് 10 CRന്റെ 20% 2 CR. ഈ 2 കോടി വരെയാണ് നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഓൾഡ് പ്ലാന്റ് ആൻഡ് മിസ്റ്റർ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? മേടിക്കാൻ കുഴപ്പമില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തോ. ഇനി ഈ 2 കോടിയുടെ അധികം മുകളിലാണ് നിങ്ങൾ മേടിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻ ദിസ് എക്സാമ്പിൾ ഞാൻ 10 കോടിയാണ് എന്റെ കയ്യിലുള്ള പ്ലാന്റ് ആൻഡ് മിസ്റ്ററി. ഞാൻ മേടിക്കാൻ പോകുന്ന 3 കോടിയുടെ സെക്കൻഡ് ഹാൻഡ് മിസ്റ്ററി ആണ്. സോ എനിക്ക് അറിയേണ്ടത് ഈ 3 കോടി ഡിഡക്ഷൻ ആയി കിട്ടുമോ ഇല്ലയോ, P&L കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കാണിക്കാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞു 20% എന്ന് പറഞ്ഞാൽ 2 കോടി വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 20% മുകളിലോട്ട് പോകാണ്ട് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദാറ്റ്സ് എ സ്പെഷ്യൽ പോയിന്റ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ സെക്ഷൻ 35D. ഒരു കാര്യം കൂടി പറഞ്ഞു തീരും. ഞാന് 10 കോടി രൂപയുടെ പ്ലാന്റ് മിസ്റ്ററി ഇപ്പൊ എന്റെ ഉണ്ട്. ഞാൻ 5 കോടി രൂപയുടെ പ്ലാന്റ് മിസ്റ്ററി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പോവാ. സി, അത് ദുബായിൽ ഓൾറെഡി യൂസ് ചെയ്തതാണ്. പക്ഷെ ഇന്ത്യയിൽ ആരും യൂസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഞാനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പ്ലാന്റ് മിസ്റ്ററിനെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണോ ന്യൂ ആയിട്ടാണോ കൺസിഡർ ചെയ്യുക? കേക്കട്ടെ. എന്റെ മുന്നത്തെ ക്ലാസ് കേട്ടവരാണെങ്കിൽ അതിന്റെ ആൻസർ എനിക്ക് തരും. ഞാൻ ദുബായിൽ നിന്ന് ഒരു പ്ലാന്റ് മിസ്റ്റർ പഠിക്കാൻ പോവാ. അത് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല, ദുബായിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് സെക്കൻഡ് ഹാൻഡ് ആണോ ന്യൂ ആണോ? വെരി ഗുഡ്. നിങ്ങൾ ആൻസർ പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് ആണ്, കാരണം അഡീഷണൽ ഡിപ്രീസിയേഷനിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പറഞ്ഞുകൊണ്ട് ഓക്കെ ഫൈൻ, ദറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്റെ അഡീഷണൽ ഡിപ്രീസിയേഷന്റെ ക്ലാസ്സിൽ അങ്ങനെയാണ് പറഞ്ഞത്. അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കേസിൽ നിങ്ങൾ രണ്ടും വേർതിരിച്ചു പഠിക്കണം. അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കേസിൽ പുറത്തുനിന്ന് മേടിക്കുന്ന മിഷനറി അത് പുറത്ത് യൂസ് ചെയ്തതായാലും ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും നോക്കണ്ട. പുറത്ത് യൂസ് ചെയ്ത് മേടിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. പക്ഷേ സെക്ഷൻ 35Dയില് നമ്മൾ പുറത്തുനിന്ന് മെഷീനറി മേടിക്കുകയാണെങ്കിൽ അത് പുറത്ത് യൂസ് ചെയ്താലും അതിനെ യൂസ്ഡ് ആക്കി നമ്മൾ കണക്കാക്കില്ല. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നവരെ അതെന്താണ്? ന്യൂ മിഷനറി ആയിട്ടാണ് സെക്ഷൻ 35Dയിൽ കണക്കാക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. സെക്ഷൻ 32ലും സെക്ഷൻ 35ലും സെക്കൻഡ് ഹാൻഡ് മിഷനറിക്ക് 2 ഡെഫിനിഷൻ ആണ്. ഒന്ന് പുറത്ത് ഉപയോഗിച്ചാൽ അത് ഓൾഡ് ആയി, ഒന്ന് പുറത്ത് ഉപയോഗിച്ചാലും അത് ഓൾഡ് ആവുന്നില്ല. ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് യൂസ്ഡ് ആക്കാനായിട്ട് കണക്കാക്കുന്നുള്ളൂ. സോ ഇനി ഞാൻ പുറത്തുനിന്ന് 5 കോടി ഒരു പ്ലാന്റ് മെഷീനറി മേടിക്കാൻ പോവാണ്. അത് അവിടെ യൂസ്ഡ് ആണ്. എന്റെ കയ്യിൽ ആകെ ഉള്ളത് 10 കോടി പ്ലാന്റ് മെഷീനറി ആണ്. എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് ആ ഡിപ്രീസിയേഷനിലെ സെക്കൻഡ് ഹാൻഡും ഇതിലത്തെ സെക്കൻഡ് ഹാൻഡും നമ്മുടെ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. യെസ്, ഓക്കെ, ഫൈൻ പീപ്പിൾ, ഫൈൻ, ഗുഡ്. ഇനി അതാണ് എന്ത്? സെക്ഷൻ 35D ട്ടാ. ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബിസിനസ് മസ്റ്റ് കമൻസ് ഓപ്പറേഷൻസ് ഓൺ ഓർ ആഫ്റ്റർ സ്പെസിഫൈഡ് ഡേറ്റ്സ്. ഞാൻ പറഞ്ഞു ആ തന്നിരിക്കുന്ന ഡേറ്റിന് മുന്നേ തന്നെ ആ തന്നിരിക്കുന്ന മിനിമം ആ ഡേറ്റിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കണം. ഡിഡക്ഷൻ ഈസ് ഓൺലി അലൗഡ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ സ്പെസിഫൈഡ് ബിസിനസ്. നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു പ്ലാന്റ് മിഷൻ മേടിക്കുകയാണെങ്കിൽ അത് ആ സ്പെസിഫൈഡ് ബിസിനസിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് മിഷൻ ആയിരിക്കണം. മനസ്സിലാവും? അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ള പ്ലാന്റ് മിഷൻ ആയിട്ട് കാര്യമില്ല. ബിസിനസിന് വേണ്ടി മേടിച്ചുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രമേ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എന്റെ മക്കൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നോൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ലിസൺ, assets acquired should not be sold or transferred for a specified period, usually 8 years. See, important. നമ്മുടെ
ഇൻഡസ്ട്രി വളർത്താൻ വേണ്ടി നമ്മുടെ മാനുഫാക്ചറിങ് കൺസേൺസിനെ വളർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നിരിക്കുന്ന റിലീഫാണ് സെക്ഷൻ 35 AD. അപ്പൊ ഞാനിപ്പോ ഒരു 10 ലക്ഷം രൂപയുടെ മിഷനറി മേടിച്ചിട്ട് ആ മിഷനറിയുടെ മുകളിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് അസംഷനിലാണ് ഗവൺമെന്റ് നമ്മളോട് അത് ക്ലെയിം ചെയ്യാനായിട്ട് പറയണത്? ആ 10 lakhsന്റെ ആ ഡിഡക്ഷൻ നമ്മൾക്ക് ആ മിഷൻ യൂസ് ചെയ്തോട്ടെ, അവർ യൂസ് ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചോട്ടെ എന്നുള്ള അസംഷനിലാണ് അവർ നമുക്ക് ഡിഡക്ഷൻ തരുന്നത്, നമുക്ക് P&L കാണിക്കാനുള്ള അനുവാദം തരുന്നത്. സോ അത്തരം ഒരു അനുവാദം തന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടികളായിട്ട് ആ മിഷനറി ഉപയോഗിക്കല്ലേ വേണ്ടത്? അല്ലാതെ ഇന്ന് മെഷീനറി മേടിച്ച് ഇന്ന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത് പ്രോഫിറ്റിനെ കുറച്ച് ടാക്സിനെ കുറച്ച് നാളെ ആ മെഷീനറി വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റിസ് ആണോ അല്ലേ? നിങ്ങൾ ബാക്കിയുള്ള ഗവൺമെന്റിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട. നിങ്ങളിപ്പോ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാൻ തരുന്നത് ആ മെഷീനറി നിങ്ങൾ യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് യൂസ് ചെയ്യാതെ നിങ്ങൾ ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത് നിങ്ങൾ ടാക്സ് മാക്സിമം കുറച്ച് നിങ്ങൾ പിന്നെ ആ മെഷീനറി വിൽക്കുന്നത് തെറ്റല്ലേ? അത് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് തെറ്റാണ്. സോ അവർ പറയാണ്, നിങ്ങൾ സെക്ഷൻ 35 ADക്ക് വേണ്ടി ഒരു അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് 8 കൊല്ലത്തിലോട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളത് വിൽക്കരുത്. നിങ്ങൾ അത് 8 കൊല്ലത്തോട്ട് വിൽക്കരുത്. വിറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഞാൻ പിന്നെ ഒരു സെക്ഷനിലാണ് പറയാം. 8 കൊല്ലത്തേക്ക് വിൽക്കരുതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വിറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഞാൻ വേറെ സെക്ഷനിൽ പറയാം. ഇനി സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അക്കൗണ്ട്സ് മസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത് നമുക്കറിയാം. നോർമലി സ്പെസിഫൈഡ് ബിസിനസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്നിട്ട് നമ്മുടെ ബുക്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇതാണ് സെക്ഷൻ 35 AD. ഇതാണ് സെക്ഷൻ 35. കംപ്ലീറ്റ്ലി മനസ്സിലായോ സെക്ഷൻ 35 AD എന്താന്ന്? ക്രിസ്റ്റൽ ക്ലിയർ? ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ സെക്ഷൻ 35 ADയിലെ എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നാലും നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. ക്യാപിറ്റലൈസ് ചെയ്ത എല്ലാ ലാൻഡും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഗുഡ്വില്ലും വെച്ചിട്ടുള്ള ക്യാപിറ്റലൈസ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ വന്ന എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയി കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലിസൺ വെരി കെയർഫുൾ കേട്ടോ. ഇത് ഈ നോർമലി ക്വസ്റ്റ്യൻ ബുക്കിൽ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ്. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഇത് ഞാനിപ്പോ എത്ര സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ള കാര്യം ഇപ്പൊ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതും എന്റെ ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണത്. മിസ്റ്റർ എ കമൻസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി. ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടി 3 ഡിഫറെന്റ് ബിസിനസ്സുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയുള്ള ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഷുഗറിന് വേണ്ടിയുള്ള ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, എഡിബിൾ ഓയിലിന് വേണ്ടിയുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റി. 1/4/2023. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവണം. ഇവിടെ 2 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ട്, നോർമൽ ബിസിനസ് ഉണ്ട്. ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ്? പ്ലീസ് പറയാം. ഏതൊക്കെയാണ് ഇത് സ്പെസിഫൈഡ് ബിസിനസ്? ഈ 3 എണ്ണത്തിന്റെ വെയർ ഹൗസ് ആണ് നമ്മൾ തുടങ്ങുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ്? പീപ്പിൾ പറഞ്ഞോളൂ. യെസ്, ഫുഡ് ഗ്രെയിൻസും ഷുഗറുമാണ് എന്ത് വന്നിരിക്കുന്നത്, സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഫുഡ് ഗ്രെയിൻസും ഷുഗറും എവിടെയാ? പേന എവിടെ? ഫുഡ് ഗ്രെയിൻസും ഷുഗറും സ്പെസിഫൈഡ് ബിസിനസ് ആണ്. എഡിബിൾ ഓയിൽ നോർമൽ ബിസിനസ് ആണ്. എഡിബിൾ ഓയിൽ നോർമൽ ബിസിനസ് ആണ്. ഇനി പറയാണ്, ഹി ഇൻകേർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അവന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ട് ഫുഡ് ഗ്രെയിൻസിന് 80 ലക്ഷം, ഷുഗറിന് 60 ലക്ഷം, എഡിബിൾ ഓയിലിന് 50 ലക്ഷമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിരിക്കുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് ലാൻഡും ബിൽഡിങ്ങും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഡ്യൂറിങ് ദ പീരീഡ് ജനുവരി ടു മാർച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് വന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ആണ് ഈ എക്സ്പെൻഡിച്ചർ. ഇനി അത് ഈ ബിസിനസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ബിസിനസ് ആണ്. ഇനി അവർ പറയുന്നുണ്ട് ആ എക്സ്പെൻഡിച്ചർ അവർ അപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്സിലെ ബിസിനസ് തുടങ്ങി അപ്പം തന്നെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അവര് ആ മേടിച്ച സാധനം അപ്പൊ തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ബിസിനസ് തുടങ്ങിയപ്പോ. സോ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ? വേഗം പറഞ്ഞേ.
യെസ്, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ദി ലാൻഡ് ഇൻക്ലൂഡഡ്. ഞാൻ പറഞ്ഞു 80 ലക്ഷവും 60 ലക്ഷവും, ഇതാ 80 ലക്ഷവും 60 ലക്ഷവും 50 ലക്ഷമാണ് എക്സ്പെൻഡിച്ചർ ആയിട്ട് വന്നേക്കുന്നത്. അതില് 80 ലക്ഷത്തില് 80 ലക്ഷത്തില് 50 ലക്ഷം ലാൻഡിനാണ്, ഈ 60 ലക്ഷത്തില് 40 ലക്ഷം ലാൻഡിനാണ്, ഈ 50 ലക്ഷത്തില് ഈ 30 ലക്ഷം ലാൻഡിനാണ്. ഒരു ലാൻഡിനാന്ന് പറയുന്നുണ്ട്. സോ എന്റെ ചോദ്യം, ആ എമൗണ്ടിൽ നിന്നും ഈ എമൗണ്ട് എനിക്ക് ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? ഈ മൊത്തം 80, ഫോർ എക്സാമ്പിൾ ഫുഡ് ഗ്രെയിൻസിന്റെ കേസിൽ 80 ലക്ഷം ഫുൾ ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. ഈ 80 ലക്ഷത്തിൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കണം? ഈ 50 lakhs കുറയ്ക്കണം. കാരണം അതെന്താണ്? ലാൻഡാണ്. സോ എനിക്ക് ആകെ എത്ര ഡിഡക്ഷൻ കിട്ടുക? എനിക്ക് 30 lakhs ആണ് ഫുഡ് ഗ്രെയിൻസിൽ ഡിഡക്ഷൻ കിട്ടുക. ഇനി ഷുഗറിൽ എനിക്ക് 60ആണ് ടോട്ടല്, അതിൽ 40 ലാൻഡാണ്. ദാറ്റ് മീൻസ് എനിക്ക് 20 ലക്ഷമാണ് ഷുഗറിൽ ഡിഡക്ഷൻ കിട്ടുക. ഇനി അടുത്തതോ, നമ്മുടെ എഡിബിൾ ഓയിൽ 50 lakhs ആണ്, അതിൽ 30 lakhs ലാൻഡാണ്. സോ അവിടെയും 20 lakhs ആണല്ലേ വരുന്നത്. ഫൈൻ. ഇനി ഇനി ആ കൊല്ലം അവർക്ക് അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട് 20 lakhs, 15 lakhs ആൻഡ് 10 lakhs ഫോർ അവരുടെ ബിൽഡിംഗ് മേടിച്ചത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിലെ എക്സ്ട്രാ എത്ര വരുന്നുണ്ട്? 20ഉം 15ഉം പറ്റും. സോ ഈ 30ന്റെ ഒപ്പം 20 കൂട്ടുമ്പോൾ എത്രയായി? 30 + 20 വിൽ ഗീവ് യു 50. ഇനി അടുത്തതോ, 20 ഉണ്ടായിരുന്നു, അതിലുണ്ട് ഇപ്പൊ 15 കൊടുക്കും 35. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമുക്ക് ഉണ്ടായിരുന്ന 20 ആണെങ്കിൽ 10 കൊടുക്കും 30. സോ ഇതാണ് നമുക്ക് ഇപ്പൊ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ക്യാപിറ്റൽ ഡിഡക്ഷൻസ്. ഇനി പറയാണ്, കമ്പ്യൂട്ട് ദ ഇൻകം അണ്ടർ ദ PGP. ഇൻകം ഫ്രം PGP ആണ് കണ്ടത്. ആൻഡ് ലോസ് ടു ബി ക്യാരി ഫോർവേഡ്. ലോസ് ഉണ്ടെങ്കിൽ അതും കാണണം. മിസ്റ്റർ എ ഷിഫ്റ്റ് ഔട്ട് ചെയ്തേക്കാണ്, നോർമൽ സ്കീമിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവന് വേറെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി പറയാണ്, ഈ 3 ബിസിനസ്സിന്റെ ഇക്കൊല്ലത്തെ പ്രോഫിറ്റ് പറയണം. ഫസ്റ്റ് ബിസിനസിന് 16 lakhs ആണ് പ്രോഫിറ്റ്, സെക്കൻഡ് ബിസിനസിന് 14 lakhs ആണ് പ്രോഫിറ്റ്, ആൻഡ് ലാസ്റ്റ് ബിസിനസിന് 31 lakhs ആണ് പ്രോഫിറ്റ്. ബിഫോർ ക്ലെയിമിംഗ് സെക്ഷൻ 35AD ആൻഡ് ഡിപ്രിസിയേഷൻ. പക്ഷേ 35AD ക്ലെയിം ചെയ്തതിന് മുന്നേ ഇതാണ് പ്രോഫിറ്റ്. സോ എനിക്കറിയേണ്ടത് ഇത്ര മാത്രം. ഞാന് ഞാന് ഫുഡ് ഗ്രെയിൻസിന്റെ ബിസിനസ് എടുത്തു. ഫുഡ് ഗ്രെയിൻസിന്റെ ബിസിനസിന്റെ ലാഭം എനിക്ക് 16 ലക്ഷം രൂപയാണ്. ഫുഡ് ഗ്രെയിൻസിന്റെ ബിസിനസിന്റെ ലാഭം 16 ലക്ഷം രൂപയാണ്. പക്ഷെ അവിടെ എന്ത് ക്ലെയിം ചെയ്തിട്ടില്ല? 35AD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടില്ല. 35AD പ്രകാരം എത്ര ഡിഡക്ഷൻ? 50 ലക്ഷം രൂപ ഡിഡക്ഷൻ. സോ 16 lakhs പ്രോഫിറ്റ് ഉണ്ട്, മൈനസ് 50 lakhs ആണ് എനിക്ക് എന്ത് വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ദാറ്റ് മീൻസ് P&L ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം ഇത് കാണിക്കില്ല, പക്ഷെ ടാക്സിന്റെ അക്കൗണ്ട്സ് പ്രകാരം ഇത് കാണിക്കും. സോ 16 - 50 എത്രയാണ് എന്റെ ലോസ്? എത്രയാണ് എന്റെ ലോസ്? പറഞ്ഞു, ആ ഇയറിലെ ലോസ് എത്ര? യെസ്, ആ ഇയറിലെ ലോസ് 34 lakhs ആണ്. ആ ഇയറിലെ ലോസ് കറക്റ്റ് അല്ലേ? 34 lakhs ആണ് എനിക്ക് എന്ത് വരിക? ആ ഇയറിലെ ലോസ് വരും. വെരി കറക്റ്റ്, വെരി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ പറയും. ലിസൺ. അടുത്തത് നിങ്ങൾ പറയും. അടുത്ത ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഷുഗറിന്റെ ബിസിനസ് ആണ്. ഷുഗറിന്റെ ബിസിനസ്സിൽ എനിക്ക് ലാഭം വരുന്നത് 14 ലക്ഷം രൂപയാണ്. എന്റെ എന്ത് വരുന്നത്? ഇൻകം വരുന്നത്, പ്രോഫിറ്റ് 14 ലക്ഷം രൂപയാണ് ഇൻകം. പക്ഷെ അവിടെ ഞാൻ 35AD പ്രകാരം ഡിഡക്ഷൻ കാണിച്ചിട്ടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ലാൻഡിന് വെച്ചിട്ടുള്ള ബാക്കി എല്ലാം കിട്ടും. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം 35 ലക്ഷം രൂപയാണ് ഡിഡക്ഷൻ വരുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? എനിക്ക് അവിടെ ലോസ് തന്നെയാണ് വരുന്നത്. എത്ര ലോസ് വരാം? യെസ്, എനിക്ക് വെരി കറക്റ്റ് പീപ്പിൾ, 21 lakhs ആണ് അവിടെ ലോസ് വരാം. വെരി കറക്റ്റ്. And the last and final. One. Listen. അടുത്തത് നമ്മുടെ എഡിബിൾ ഓയിൽ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ. എഡിബിൾ ഓയിൽ എന്ത് ബിസിനസ് അല്ല? എഡിബിൾ ഓയിൽ എന്ത് ബിസിനസ് അല്ല? എവരിബഡി, എഡിബിൾ ഓയിലിന്റെ വെയർ ഹൗസ് എന്ത് ബിസിനസ് അല്ല? യെസ്, സ്പെസിഫൈഡ് ബിസിനസ് അല്ല. സ്പെസിഫൈഡ് ബിസിനസ്സുകൾക്ക് മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ P&L കാണിക്കാനായിട്ട് പറ്റുക. നോർമൽ ബിസിനസ്സുകൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ P&L കാണിക്കാൻ പറ്റില്ല. സോ ഇവിടെ പ്രോഫിറ്റ് വരുന്നത് 31 ലക്ഷമാണ്. അതിൽ നിന്നും എനിക്ക് ഈ 30 ലക്ഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? കുറയ്ക്കാൻ പാടുമോ ഇല്ലയോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ കുറയ്ക്കാൻ പാടോ? ഇല്ല, കുറയ്ക്കാൻ പാടില്ല. പകരം നോർമൽ ബിസിനസ്സുകൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ മേടിച്ച അസറ്റിന്റെ മുകളിൽ. യെസ്, നോർമൽ ബിസിനസ്സുകൾക്ക് സ്പെസിഫൈഡ് ഏത് പ്രകാരം ഇത് കിട്ടില്ല. അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ സാധാരണ സെക്ഷൻ 32 പ്രകാരം എന്ത് ക്ലെയിം ചെയ്യുക? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക അല്ലെ? ഇവിടെ മേടിക്കുന്ന അസറ്റ് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന് ഞാൻ പറഞ്ഞു വെറും ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 10% ഡിപ്രീസിയേഷൻ. ഇപ്പൊ 30 ലക്ഷത്തിന്റെ 10% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ എത്ര ലക്ഷം മാത്രമാണ്? 3 lakhs. സോ 31 lakhs - 3 lakhs നിങ്ങളുടെ ആൻസർ വരിക 20.
8 lakh rupees ആയിരിക്കും. That is the final answer for all of these three business organizations. I hope I made you crystal clear. I hope I made you crystal clear. Yes or no, people? Yes or no? For yes or no? Yes. Okay. That is section 35. ഇത്രയുള്ള സെക്ഷൻ 35 ഇത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത്ര ചെയ്യാനാണ്. ക്വസ്റ്റ്യന്റെ വലുപ്പത്തിലൊന്നും യാതൊരുവിധ കാര്യവുമില്ല. മനസ്സിലായില്ലേ? മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രൊവിഷൻ. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രൊവിഷൻ. One second. നമ്മൾ 35 കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി അവതരിപ്പിക്കുന്നു സെക്ഷൻ 35D, amortization of preliminary expenses. My guys, you have to be extremely careful when I say this. Amortization of preliminary expenses. You know what are preliminary expenses? What are preliminary expenses? Preliminary expenses are those expenses which incurred before the commencement of the entity. അല്ലെ? ഒരു എൻറ്റിറ്റി തുടങ്ങുന്നതിന് മുന്നേ ആ എൻറ്റിറ്റിക്ക് വന്ന എക്സ്പെൻസുകളെ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസിന്റെ പ്രത്യേകം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ വന്ന എക്സ്പെൻസുകളാണ്. എക്സ്പെൻസ് നോർമലി ബിസിനസിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റേണ്ട, അല്ല P&L കാണിച്ച് ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇത് മുന്നേ നടന്നതായോണ്ട് അന്ന് ബിസിനസിന് P&L ഇല്ല, അപ്പൊ അന്ന് ഈ എക്സ്പെൻസ് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ അത്രയും ടാക്സ് കൂടി നിൽക്കല്ലേ. സോ ഇത്തരം എക്സ്പെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് തുടങ്ങിയിട്ട് പിന്നെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നിട്ടുണ്ട് ആര്? നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതെങ്ങനെയാണ് കാണിക്കാൻ നമുക്ക് നോക്കാം. What do you mean by section 35? It provides a deduction for certain preliminary expenses. എല്ലാത്തിനുള്ള certain preliminary expenses incurred by a company or a business entity. കമ്പനിക്ക് ഉണ്ട്, ബിസിനസ് എന്റിറ്റിക്ക് ഉണ്ട്, രണ്ട് കേസാണ്. Before starting its operation for the expansion of an existing business. അറിയാലോ അല്ലെ എന്തിനാണ് പ്രിലിമിനറി എക്സ്പെൻസ് വരിക. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എലിജിബിൾ എന്റിറ്റീസ് ആർക്കൊക്കെയാണ് പറ്റുക? ഇന്ത്യൻ കമ്പനീസിന് പറ്റും, റെസിഡന്റ് നോൺ കോർപ്പറേറ്റ് ടാക്സ് പേയേഴ്സിന് പറ്റും. എന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനീസിനും റെസിഡന്റ് ആയിട്ടുള്ള കമ്പനികളല്ലാത്ത ബാക്കി എല്ലാവർക്കും പറ്റും. സോ ആർക്കാണ് പറ്റാത്തത്? നോൺ റെസിഡന്റ് എന്റിറ്റീസിന് ഈ എമൗണ്ട് എന്തായി ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റെസിഡന്റ് ആയ എന്റിറ്റീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ പ്രിലിമിനറി എക്സ്പെൻസ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് എലിജിബിൾ എക്സ്പെൻഡിച്ചർ എന്ന് ആലോചിക്കുക. നിങ്ങളെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ലീഗൽ ഫീസ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ മെമ്മോറാൻഡം എഴുതണം, ഡ്രാഫ്റ്റ് ചെയ്യണം, പ്രിന്റ് ചെയ്യണം, അത്തരങ്ങളുള്ള എക്സ്പെൻസ് ഒക്കെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എഞ്ചിനീയറിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഫീസിബിലിറ്റി സ്റ്റഡീസ്. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡീസ്? ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആരെങ്കിലും അന്റാർട്ടിക്കയിൽ പോയിട്ട് ഐസ്ക്രീം കട തുടങ്ങും. നിങ്ങൾ ഒരിക്കലും അന്റാർട്ടിക്കയിൽ പോയിട്ട് ഐസ്ക്രീം കട തുടങ്ങില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് വിജയിക്കോ ഇല്ലേ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. അത്തരം ടെസ്റ്റുകൾ, അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ടുകൾ, അതുപോലെ ഇതൊക്കെ നടത്താനുള്ള ചെലവുകൾ, ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ഡിഡക്ഷൻ എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക നോക്കണം. ലിസൺ, എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക നോക്കണം കേട്ടോ. ഫസ്റ്റ്, the deduction is allowed up to 5% of the cost of project or 5% of the capital employed, which is higher, which is also limited to the actual expenditure. First of all, ഇത് നമ്മൾ പറയാൻ പോകുന്നത് കമ്പനിയുടെ കേസാണ്. ഞാൻ പറഞ്ഞു കമ്പനിക്ക് വേറെ കേസ്, ബാക്കിയുള്ളവർക്ക് വേറെ കേസാണ്. ഞാൻ പറയാൻ പോകുന്നത് കമ്പനിയുടെ കേസാണ്. ഒരു കമ്പനിക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എത്ര ക്ലെയിം പറ്റുമോ ഇല്ലയോ നമ്മൾ ആദ്യം നോക്കുക. അവരുടെ എക്സ്പെൻസുകൾ ഏതൊക്കെ നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ക്ലെയിം ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എടുക്കണം. പിന്നെ നിങ്ങൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എടുക്കണം. ഇതിന്റെ രണ്ടിന്റെയും 5% എത്ര നോക്കണം? ഇതിന്റെ രണ്ടിന്റെ 5% നോക്കാം. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എടുക്കുക,
ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കുക, 2.5% എടുക്കുക, വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്, എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. വെരി സിമ്പിൾ. എന്താണ് നോക്കാം നമുക്ക്. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ദ Sir, പ്രൊജക്ട് ഇൻക്ലൂഡ്സ് ദ അഗ്രിഗേറ്റ് കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് such as land, building, machinery, etc. as appearing in the books at the beginning of the previous year. കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മുടെ ഈ കൊല്ലത്തിന് തുടക്കത്തില് നമ്മുടെ കയ്യിൽ മൊത്തം ഫിക്സഡ് അസറ്റ് എത്രയുണ്ട് അതിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് മീൻസ് ദ ടോട്ടൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, അത്രേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനീനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ വരും, ഡിബഞ്ചർ വരും, ലോങ് ടേം ബോറോയിങ്സ് വരും. അങ്ങനെ കമ്പനിയുടെ ലയബിലിറ്റി സൈഡിൽ വരുന്ന എല്ലാ ലോങ് ടേം എന്ത് പുറത്തത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടും ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ടിനും ഒക്കെ കൂട്ടി വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ ഒരു കമ്പനീനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എടുക്കുക, കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എടുക്കുക, 5% ആണ് എടുക്കേണ്ടത്, വിച്ച് എവർ ഈസ് ഹയർ എടുക്കാം. എന്നിട്ട് ആ ഹയർ എമൗണ്ടും എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞു. നിങ്ങൾക്ക് ആക്ച്വലി പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞ എമൗണ്ട് വന്നിട്ടുണ്ടാവില്ലേ? സോ ഒരു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടാവില്ലേ? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അതുമായി കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക. ആ ലോവർ കിട്ടുന്ന വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എടുത്തു, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 2.5% എടുത്തു, വിച്ച് എവർ ഈസ് ഹയർ എടുത്തു, അതും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതും എടുക്കുക, വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക. അതാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയ. അത് ആരുടെ കേസാണ്? കമ്പനിയുടെ കേസാണ് കേട്ടോ. ഇത് ആരുടെ കേസാണ്? കമ്പനിയുടെ കേസാണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം ശ്രദ്ധിക്കുക. ഇത് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 10 ലക്ഷം നമുക്ക് ആൻസർ കിട്ടിയാൽ 10 ലക്ഷം ഒറ്റയടിക്ക് നമുക്ക് ഒരു കൊല്ലം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ 10 ലക്ഷം നമ്മൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തത്. ഇറ്റ് ഈസ് ടു ബി അമോർട്ടൈസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ഡിഡക്ഷൻ കിട്ടി കഴിഞ്ഞാൽ 2 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ 5 കൊല്ലമായിട്ടാണ് ഈ ഡിഡക്ഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒറ്റയടിക്ക് 10 ലക്ഷം ഡിഡക്ഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യരുത്. മനസ്സിലായോ? ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇപ്പൊ ക്വസ്റ്റ്യൻ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? If I give you a question, can you do it or not on preliminary expenses? സാറ് സ്ക്രീന് കാണൂല. സ്ക്രീൻ കാണുന്നില്ല? ഏയ് ഓക്കേ, അതാരും പറഞ്ഞില്ലല്ലോ. മെസ്സേജ് ഇടണ്ടായിരുന്നു, കാണണില്ലായിരുന്നു. ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആരും പേടിക്കണ്ട. നമ്മളിപ്പോ പറഞ്ഞത് പ്രിലിമിനറി എക്സ്പെൻസിനെ പറ്റിയിട്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ ബിസിനസിന് മുന്നേ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ആ എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. പല സാധനങ്ങളും ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ AO MO ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഫീസ്, ഫീസിബിലിറ്റി സ്റ്റഡീസിന് കൊടുക്കുന്ന ഫീസ്, പ്രൊജക്ട് സർവീസ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. ഇനി നിങ്ങൾ രണ്ടായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് നോക്കണം, ഒന്ന് കമ്പനി അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കണം. ഞാൻ കമ്പനി ആണെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ടിന്റെയും ക്യാപിറ്റൽ എംപ്ലോയ്ഡിന്റെ 5% വെച്ചെടുക്കുക, വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ എമൗണ്ട് വന്നിട്ടുണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്ത് ലോവർ എടുക്കുക. ആ എമൗണ്ട് ആണ് നിങ്ങൾക്ക് ശരിക്കും പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. ഇനി ആ കിട്ടുന്ന എമൗണ്ട് ഒറ്റയടിക്ക് എന്റെ മക്കൾ ക്ലെയിം ചെയ്യരുത്. അത് ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട് വേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എളുപ്പമായിട്ട് കിട്ടും. ശ്രദ്ധിക്കുക, കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ടിന് 5%, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 5%, വിച്ച് ഈസ് ഹയർ. അതും ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുക, ലോവർ എടുക്കുക. ഇതാണ് എന്ത് ആക്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിലിമിനറി എക്സ്പെൻസ്. സോ വേഗം പറഞ്ഞോ. ഞാൻ പറയാണ്, ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലക്ഷം രൂപ. പിന്നെ ആ കമ്പനിക്ക് ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,08,000 രൂപ. പറയാം, ഇതില് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയ പ്രിലിമിനറി എക്സ്പെൻസ് സെക്ഷൻ 35D പ്രകാരം എലിജിബിൾ ആയി ക്ലെയിം ചെയ്യാൻ പറ്റിയ പ്രിലിമിനറി എക്സ്പെൻസിന്റെ വാല്യൂ എത്ര? വേഗം പറയാം. ചാർജ് വേഗം പറയാം. നമുക്ക് നോക്കാം. നമ്മളെങ്ങനെ പലവരും പല ആൻസർ ആണ് വരുന്നത്. നമുക്ക് നോക്കാം.
സി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ടിന്റെ 5% എടുക്കണം, ക്യാപിറ്റൽ എംപ്ലോയ്ഡിന്റെ 5% എടുക്കണം. രണ്ടിന്റെ 5% എടുക്കുമ്പോൾ 12 ലാക്സിന്റെ 5% എത്ര വരിക? 12 ലാക്സിന്റെ 5% 60,000 വരും. ക്യാപിറ്റൽ എംപ്ലോയ്ഡിന്റെ 5% 70,000 വരും. വിച്ച് എവർ ഈസ് ഹയർ ആയ 70,000 വേണം നമ്മൾ എടുക്കാനായിട്ട് വേണ്ടത്. എന്നിട്ട് 70,000 എടുത്തതിന് ശേഷം അതും ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ലോവർ വേണം എടുക്കാനായിട്ട് വേണ്ടത്, അല്ലെ? അപ്പൊ അതിന്റെ ലോവർ വരുമ്പോ 70,000 തന്നെയാണ് എന്ത് വരിക? ലോവർ വരിക. മനസ്സിലായോ? ഇനി 70,000 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്റെ മക്കള് PL പോയി കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് ഡിവൈഡഡ് ബൈ 5 ചെയ്ത് ഓരോ കൊല്ലത്തിലും ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് വേണം എടുക്കാനായിട്ട് വേണ്ടത്. സോ 70,000 ഡിവൈഡഡ് ബൈ 5, ഒരു ഇയറിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 റുപ്പീസ് ആണ്. കഥ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. I hope you all understand. Was that my people? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനികളല്ലാത്തവർ എന്താ ചെയ്യുക? കമ്പനികളല്ലാത്തവർ ഇതിലും സുഖമാണ്. കമ്പനികളല്ലാത്തവർ ഇൻ കേസ് ഓഫ് നോൺ കമ്പനീസ് ലിമിറ്റഡ് ടു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓർ 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് വിച്ച് വെരി ലോവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടണ്ട. ആകെ ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ടിന്റെ 5% ഓഫ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ഒരു ഫേം ഉണ്ട്. ആ ഫേമിന്റെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് ക്വസ്റ്റ്യൻ. ആ ഫേമിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ആണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് കേട്ടോ. ലയബിലിറ്റീസും അസറ്റും. ഓക്കെ, ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 10 ലക്ഷം. അതർ ഇക്വിറ്റി ഉണ്ട്. സോറി, ഷെയർ ക്യാപിറ്റലേ, സോറി. ക്യാപിറ്റൽ ഉണ്ട് 10 ലക്ഷം. പിന്നെ ലോൺ ഉണ്ട് ഒരു 20 ലക്ഷം. ലോൺസ് ഉണ്ട് ഒരു 20 ലക്ഷം. ഇനി അസറ്റ് സൈഡില് ലാൻഡ് ഉണ്ട് 5 ലക്ഷം. ബിൽഡിംഗ് ഉണ്ട് ഒരു 10 ലക്ഷം. പിന്നെ ഡെപ്റ്റേഴ്സ് ഉണ്ട് ഒരു 15 ലക്ഷം. ടാലിയായി 30 lakhs. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഫേമാണ്. ഇവർക്ക് പ്രിലിമിനറി എക്സ്പെൻസിന് വേണ്ടി ചെലവായത് ഒരു 80,000 രൂപയാണ്. 80,000 വേണ്ട, എക്സ്പെൻസിന് വേണ്ടി ചെലവായത് ഒരു 14 ലക്ഷം രൂപയാണ്. ഓക്കെ, 14 lakhs പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വന്നത് 14 lakhs. എന്റെ ചോദ്യം, ഇൻകം ടാക്സേഷനിലെ സെക്ഷൻ 35D പ്രകാരം നിങ്ങൾക്ക് എത്ര രൂപയാണ് എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റുക? കണ്ടുപിടിച്ചോ. ഇതൊരു ഫേം ആണ്. This is a firm, and this is the balance sheet of the firm that I have given, which have capital 10 lakhs, loan 20 lakhs, land 5 lakhs, building 10 lakhs, debtors 15 lakhs. എന്നിട്ട് പറയേണ്ട പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ വന്നവർക്ക് 14 lakhs ആണ്. ചോദ്യം, വാട്ട് ഈസ് ദ allowable preliminary expenditure as per income taxation act? 30,000 എന്ന് പറയുന്നുണ്ട്, 15,000 എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ഇതെങ്ങനെ കാണുക? വളരെ സിമ്പിൾ ആണ്. വളരെ 2 സ്റ്റെപ്പുള്ളൂ. ഒന്ന് 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റും, ഒന്ന് ആക്ച്വൽ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവർ ഡിവൈഡഡ് ബൈ 5 അല്ലേ? സോ 5% കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എന്താ? ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്? ലാൻഡും ബിൽഡിങ്ങും. സോ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ 15 ലക്ഷം. ഈ 15 ലക്ഷത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 75,000 വരും. 75,000. ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസ് എത്ര? 14 lakhs അല്ലെ? ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസ് 14 lakhs ആണ്. ഇതിൽ ഏതാ വരിക? വിച്ച് എവർ ഈസ് ലോവർ ആണ്. വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ 75,000 ആണ്. സോ ആൻസർ ഈ 75,000. അതും ഒറ്റടി ക്ലെയിം ചെയ്തത് ഡിവൈഡഡ് ബൈ 5 ചെയ്ത് ഓരോ കൊല്ലം നിങ്ങൾ എത്ര രൂപ വെച്ച് 75,000 ഡിവൈഡഡ് ബൈ 5 വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം 15,000 രൂപയാണ് എന്തുണ്ടാവുക? ആൻസർ വരും 15,000. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? സെറ്റ്. ഓക്കെ, ഇനി അപ്പൊ അതാട്ടാ എന്ത്? സെക്ഷൻ 35D അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വൺ,
അടുത്ത പറയാൻ പോകുന്ന രണ്ട് സെക്ഷൻ വളരെ എളുപ്പമുള്ള സെക്ഷൻസ് ആണ്. അധികം തലപോക്കാനില്ല, അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഞാൻ വേഗം വായിച്ചു പറയാം. സെക്ഷൻ 35 DDD, amortization of expenditure on voluntary retirement scheme. സി, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം എക്സ്പെൻഡിച്ചർ അത്ര എന്ത് പരിപാടിയാണ് പറയുന്നത്? VRS നമ്മൾ എവിടെ പഠിച്ചു? നമ്മൾ പഠിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തോ VRS എവിടെയാ വരിക? VRS സാലറിയിലല്ല, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം. ഒരു എംപ്ലോയി ഇറങ്ങി സ്വമേധ്യ ഇറങ്ങി പോകുമ്പോൾ ആൾക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് കോമ്പൻസേഷൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് VRS. സോ ഇതെങ്ങനെ PGPയിൽ വന്നതാ? ആർക്കെങ്കിലും അറിയാം? ഇത് സാലറിയിൽ വരുന്ന സാധനം എങ്ങനെ PGPയിൽ വന്നു? എനിബഡി? കെൻ എനിബഡി ഓഫ് യു ടെൽ മീ വാട്ട്സ് ദ റീസൺ? എങ്ങനെ? ആരെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഈ ഒരു ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ? യെസ്, അക്മൽ, യു ആർ വെരി കറക്റ്റ്. സി, ഈ VRS എന്ന് പറയുന്ന സംഭവം, എക്സ് എന്ന് പറഞ്ഞൊരു എംപ്ലോയർ ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു എംപ്ലോയി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് വൈക്ക് ആസ് എൻ എംപ്ലോയി ഈസ് റിസീവിംഗ്, സോ ഇറ്റ് ഈസ് എൻ ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി, വേർ ആസ് ഫോർ എക്സ്, എക്സ് ഒരു എംപ്ലോയർ ആണ്. എംപ്ലോയർക്ക് VRS കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് എ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പെൻസ് സൈഡ് ഓഫ് ദ P&L അക്കൗണ്ട്. അപ്പൊ P&L അക്കൗണ്ടിലെ എക്സ്പെൻസ് സൈഡിൽ കാണിക്കേണ്ട ഒരു എമൗണ്ട് ആണ് VRS. പക്ഷെ അത് കാണിക്കാൻ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയാണ് കാണിക്കാൻ നോക്കട്ടാ. Section 35DD allows business to amortize expenses incurred on voluntary retirement scheme over a specific period. This is typically applicable when business offer retirement benefits to reduce work size force. First, key points. Eligible expenditure. Any expenditure incurred by an employer in connection with the voluntary retirement. Voluntary retirement സ്വമേധ്യ റിട്ടയർ ചെയ്ത് പോകുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന എന്ത് എമൗണ്ടിന് നമ്മൾ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം എമൗണ്ട് ആയിട്ടാണ് വിളിക്കുക. ഇനി പ്രത്യേകത, നമ്മൾ നേരത്തെ പ്രിലിമിനറി എക്സ്പെൻസുകൾ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് എമൗണ്ട് ചാർജ് ചെയ്യരുത്. നിങ്ങൾ 5 ഈക്വൽ എന്തായിരുന്നു? നമ്മൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്? ഇത് ക്ലെയിം ചെയ്യരുത്. ഇനി മാത്രമല്ല, ബിസിനസ് ക്യാൻ ബിഗിൻ ഡിഡക്ടിങ് ദ ഇയർ ദ VRS എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ്. ലിസൺ കെയർഫുള്ളി. നമ്മള് എക്സ് എന്ന് പറഞ്ഞ എംപ്ലോയർ, ആ എംപ്ലോയറിന്റെ കമ്പനിയിൽ നിന്നും ഒരു വൈ എന്ന് പറഞ്ഞ എംപ്ലോയി ഇക്കൊല്ലം പിരിഞ്ഞു പോകുമ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ഒരു 8 ലക്ഷം രൂപ കൊടുത്തു. 8 ലക്ഷം. സി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വോളണ്ടറി റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്തിനാ കൊടുക്കുന്നത്? അവരിവിടുന്ന് ഇത്രയും കാലം ജോലി ചെയ്തല്ലേ എന്ന് വെച്ചിട്ട് പറഞ്ഞു വിടുമ്പോൾ ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അത് ഒരു കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ അല്ല എന്നാണ് ടാക്സേഷൻകാർ പറയുന്നത്. ഇൻകം ടാക്സേഷൻ പറയുന്നത് ഒരു കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ അല്ല, അതുകൊണ്ട് നീ ഒറ്റ കൊല്ലത്തിൽ P&L എടുക്കരുത്. അപ്പൊ എത്ര കൊല്ലത്തിന് കറക്റ്റ് അസർട്ടൈൻ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് ആവില്ല. അപ്പൊ ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഇയർ വരെയാണ് 5 years. സോ യു ഹാവ് ടു അമോർട്ടൈസ് ഇറ്റ് ഓവർ 5 years. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 lakhs ആണ് ഒരു കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ എങ്കിൽ 8 lakhs ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 8 lakhs ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 1.4 lakhs ആണ്. അല്ലല്ല, എത്ര വരും? 8 lakhs ഡിവൈഡഡ് ബൈ 5 പീപ്പിൾ. യെസ്, 1.6 lakh വെച്ചിട്ടാണ് നമ്മൾ ഓരോ കൊല്ലം എന്ത് ചെയ്യേണ്ടത്? P&L ചാർജ് ചെയ്യേണ്ടത് 1.6 lakh വെച്ചിട്ട്. എന്നാണോ പിരിഞ്ഞു പോകുന്നത്, എന്നാണോ വോളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കുന്നത്, ഇപ്പൊ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊല്ലം, അടുത്ത കൊല്ലം, അതിന്റെ അടുത്ത കൊല്ലം, ഇങ്ങനെ 5 year ആയിട്ട് വേണം നിങ്ങൾ ഈ എക്സ്പെൻസ് എഴുതി തള്ളാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് എക്സ്പെൻസ് എഴുതി തള്ളരുതെന്ന് പറഞ്ഞു നിർത്തുമ്പോ തന്നെ ഞാൻ എന്തും പറയുന്നുള്ളൂ. അടുത്ത എക്സ്പെൻഡിച്ചർ പറയും സെക്ഷൻ 35CCC, എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രൊജക്ട്. സി, നമ്മൾ സെക്ഷൻ 30CC പ്രൊവൈഡ്സ് എ ഡിഡക്ഷൻ ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ബിസിനസ് ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രൊജക്ട്. നമ്മൾ ഈ ഇറിഗേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറലുമായിട്ട് എന്ത് ഇനീഷ്യേറ്റീവ് എടുത്താലും, അല്ലെങ്കിൽ അവിടുത്തെ കർഷകരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫാമേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളൊരു എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻക്വയർ ചെയ്യുകയാണെങ്കിലും ആ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. 100% ഡിഡക്ഷൻ ഓഫ് ദ എലിജിബിൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രൊജക്ട് ഈസ് അലൗഡ്. 100% ഡിഡക്ഷൻ എന്താണ്? നമുക്ക് എലിജിബിൾ ആണ്. മൊത്തം ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതും എത്ര ആയിട്ടാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? 5 years ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. സോ ഞാൻ പറയാണ്, ഐ റിപ്പീറ്റ് അഗെയിൻ, നമ്മള് VRS എക്സ്പെൻസും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എക്സ്പെൻസുകൾ, ഈ 2 എക്സ്പെൻസും ആലോചിച്ച് വെക്കുക. ഈ 2 എക്സ്പെൻസ് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം എമൗണ്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് 5 year ആയിട്ട് വേണം കൊടുക്കാൻ. VRS എക്സ്പെൻസും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എക്സ്പെൻസും. ആൻഡ് റിമെമ്പർ, ദീസ് 2 are not much important.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീസ് ടു ആർ നോട്ട് മച്ച് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് ഏതാണ്? പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ഒരു ഫോർമാറ്റിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ആ പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ എന്ത് തന്നെയായിട്ട് ചെയ്യണം? 5 years ആയിട്ട് അമോർട്ടൈസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കും. അണ്ടർസ്റ്റുഡ്? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി സെക്ഷൻ 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടക്കാൻ പോകുന്നത് സെക്ഷൻ 36ലേക്കാണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിങ്ങനെ നോർമൽ കേസിൽ ഞാൻ സെക്ഷൻ 36 തുടങ്ങുമ്പോൾ ഒരു വലിയൊരു ഇൻട്രഡക്ഷൻ ഒക്കെ ശേഷമാണ് തുടങ്ങല്. പക്ഷെ ഇപ്പൊ നമ്മുടെ ടൈമിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഇൻട്രോ വന്നിട്ട് തുടങ്ങും. സോ ഐ എം ഗോയിങ് ഓൺ വിത്ത് സെക്ഷൻ 36. സെക്ഷൻ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 14 മാർക്കിലെ ടോട്ടൽ ഇൻകത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് 36 എന്നുണ്ടാവും. സെക്ഷൻ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളാണ്. എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുടെ പ്രത്യേകത? നമ്മുടെ ബിസിനസ്സിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. ഓരോന്നും നോട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഷുറൻസ് പ്രീമിയം. ഡിഡക്ഷൻ ഈസ് അലൗഡ് ഫോർ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ stock and assets used for the business. This is especially useful for businesses to safeguard against loss or damage to inventory. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയുണ്ട്, കടയില് സ്റ്റോക്ക് ഉണ്ട്, കടയിൽ അസറ്റുകൾ ഉണ്ട്. ഇൻ കേസ് ഒരു തീപിടുത്തം വന്ന് പോവാണെങ്കിൽ എല്ലാ നഷ്ടവും ലോസാണ്. അപ്പൊ ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ടാവും? ആ സ്റ്റോക്കിന്റെ മുകളിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. ഇൻഷുറൻസ് ഫ്രീ അല്ല. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ വർഷം നമ്മൾ എന്ത് പേ ചെയ്യണം? പ്രീമിയം പേ ചെയ്യണം. ആ കൊടുക്കുന്ന പ്രീമിയം ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ ആണ്. നിങ്ങൾക്ക് സെക്ഷൻ 36 പ്രകാരം എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അതാണെന്ത് ഇൻഷുറൻസ് പ്രീമിയം. എന്തിന്റെ മുകളിൽ? സ്റ്റോക്കിന്റെ, സ്റ്റോറിന്റെ മുകളിൽ. ഇനി നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് ഓൺ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. Any premium paid by an employer to ensure the health of employees under an approved scheme is deductible. എന്ന് വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിൽ എംപ്ലോയിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിനെ സംബന്ധിച്ച് അത് സാലറി ആണ്. സാലറി ആണെങ്കിൽ പോലും പെർക്വിസിറ്റിലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? എക്സെപ്റ്റ് ആണ് കേട്ടോ. ഞാൻ സാലറിയുടെ ചാപ്റ്ററിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എംപ്ലോയറിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? P&L ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. കാരണം സ്വന്തം എംപ്ലോയീസിനെ അവരുടെ ഹെൽത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. ഡിഡക്ഷൻ കാണിക്കാൻ പറ്റുമ്പോൾ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അടുത്തത്, ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്. സി, employees can deduct any bonus or commission paid to employees as long as it is not paid in way of profit or dividend distribution. എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനോ ആയിട്ടല്ല. നോർമലി എംപ്ലോയീസിന് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഡൻഡിന്റെ ഭാഗം കിട്ടലില്ല. അത് വേറെ തന്നെ കേസാണ്. നമ്മളിപ്പോ അതിനെ പറ്റിയല്ല പറയുന്നത്. അതല്ലാതെ അവര് സെയിൽസിന്റെ ബേസിലോ അവരുടെ പെർഫോമൻസിന്റെ ബേസിലോ നമ്മൾ ബോണസോ കമ്മീഷനോ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് അത് ബെനിഫിറ്റ് ആണ്, സാലറി ആണ്. എംപ്ലോയർക്ക് അത് എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് എംപ്ലോയർക്ക് എവിടെ എഴുതാം? P&L ബോണസ് ടു എംപ്ലോയി, കമ്മീഷൻ ടു എംപ്ലോയി എന്ന് സാലറിയുടെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും? എഴുതി ചേർക്കാനായിട്ട് പറ്റും. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്ത കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം നമ്മൾ വേറൊരു സ്ഥലത്ത് കാണും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ആക്ട്. ലിസൺ. Interest paid on any loans taken for business purposes is deductible. It applies to any interest paid on loans or borrowings used for acquisition of assets, purchasing inventory, meeting operational expenses. However, the borrowing is used for acquiring assets. Interest is deductible only after the asset to put use. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു അസറ്റ് മേടിക്കാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അവർ പറയുന്നു ആ അസറ്റ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടുള്ളൂ 36. എന്തുകൊണ്ട്? പ്ലീസ് പീപ്പിൾ, എന്തുകൊണ്ടായിരിക്കും അത്? എവരിബഡി, എന്തുകൊണ്ടാണ് അവർ പറയുന്നത് അസറ്റ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എക്സ്പെൻസ് സെക്ഷൻ 36 പ്രകാരം കാണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോണിന്റെ എക്സ്പെൻസ്? എനിബഡി ഓഫ് യു റിമെമ്പർ? ആർക്കും ഓർമ്മയില്ല എന്ന് പറഞ്ഞ മോശല്ലേ?
യെസ്, വെരി ഗുഡ് ഇന്ദ്രജിത്ത്, വെരി ഗുഡ് അക്ഷര. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലോൺ എടുത്തതെങ്കിൽ ആ ലോൺ എടുത്ത അന്ന് മുതൽ അസറ്റ് യൂസ് ചെയ്യുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് P&L കാണിക്കരുത്. നേരെ മറിച്ച് അസറ്റിന്റെ വാല്യൂന്റെ ഒപ്പം ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷമുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് P&L എടുക്കാനായിട്ട് പാടുള്ളൂ. ഐ ഹാവ് മെയ്ഡ് ദിസ് പ്രൊവിഷൻ വെരി ക്ലിയർ യെസ്റ്റർഡേ വെൻ ഐ ടോക്ട് അബൌട്ട് കോസ്റ്റ് ഓഫ് എൻ അസറ്റ്. ഓർമ്മ വന്നു? ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നു? യെസ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ 36 പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓർ സൂപ്പറാനുവേഷൻ ഫണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിക്ക് RPF കിട്ടുക, എംപ്ലോയിക്ക് സൂപ്പറാനുവേഷൻ ഫണ്ട് കിട്ടുന്ന പറഞ്ഞ ഇൻകം ആണ്, സാലറി ആണ്. പക്ഷെ എംപ്ലോയർക്ക് RPF എമൗണ്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സാധാരണ പോലെ സാലറി എന്ന പേരിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അവർ പറയുന്നത് ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ കൊടുക്കണം. ആ ലിമിറ്റ് ഒക്കെ എത്രയും നമ്മൾ വേറെ സെക്ഷനിലാണ് പറയാം, 43 മീലാന്ന് പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റും ഇതായിട്ട് റിലേറ്റഡ് ആണ്. കോൺട്രിബ്യൂഷൻസ് ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ എംപ്ലോയർ ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്ന് വെച്ചാൽ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റി വെക്കുന്ന എമൗണ്ടിന്റെ മുകളിൽ എംപ്ലോയർക്ക് എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. കാരണം എംപ്ലോയറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. ആ എമൗണ്ട് എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി അവർ പറയുന്നുണ്ട് ദ ഫണ്ട് മസ്റ്റ് ബി സെറ്റപ്പ് ഫോർ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ടു ബി എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഗ്രാറ്റുവിറ്റിക്ക് ഉള്ളതാന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു എംപ്ലോയർക്ക് വേണ്ടി ഒരു പുതിയൊരു വീട് പണിയാനായിട്ടുള്ള ഒരു എമൗണ്ടിലോട്ട് മാറ്റി വെച്ചിട്ട് കാര്യം ഉണ്ടാ. ഇത് ഞാൻ പിന്നെ കൊടുക്കാൻ ഗ്രാറ്റുവിറ്റിക്കുള്ള മാറ്റി വെച്ചാൽ ഒന്നും നടക്കില്ല. ആ മാറ്റി വെക്കുന്ന എമൗണ്ട് കൃത്യമായ ഫണ്ടിലോട്ടായിരിക്കും, കൃത്യമായിട്ട് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന ഫണ്ടിലോട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് വേണ്ടത്. മനസ്സിലായോ? ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെവൻത് പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ലിസൺ, ഇതില് ഈ പ്രൊവിഷൻ എന്നുള്ള വാക്കിനെ ഞാനൊന്ന് മാറ്റും. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ലിസൺ, ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ക്ലെയിം ഡിഡക്ഷൻസ് ഫോർ പ്രൊവിഷൻസ് മെയ്ഡ് ടുവേർഡ്സ് ബാഡ് ആൻഡ് ഔട്ട്കംസ്. ആദ്യം മനസ്സിലാക്കുക, ബാങ്കിന് മാത്രമേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണോ ലയബിലിറ്റി ആണോ? മൈ ക്വസ്റ്റൻ ഈസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് എക്സ്പെൻസ് ഓർ ലയബിലിറ്റി. യെസ്, പ്രൊവിഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റി. ലയബിലിറ്റീസ് ഒക്കെ ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്, എവിടെ വരാൻ പാടില്ല? P&L വരാനായിട്ട് പാടില്ല. സോ ഒരു ബാങ്ക് അല്ലാത്ത സാധാരണ നോർമൽ എൻറ്റിറ്റീസിന് ഒരിക്കലും പ്രൊവിഷൻ, ബാഡ് ഡെറ്റിൻ്റെതല്ല, ഒരു പ്രൊവിഷനും എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പാടില്ല. ബിക്കോസ് പ്രൊവിഷൻസ് എന്താണ്? ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി ഐറ്റം ആണ്, അതൊരു എക്സ്പെൻസ് അല്ല. പിന്നെ അപ്പൊ എന്താണ് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുക? ഈ കൊല്ലം സംഭവിച്ച ബാഡ് ഡെറ്റുകളാണ് എന്തായിട്ട് കാണിക്കാൻ പറ്റുക? എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുക. അതും ബാഡ് ഡെറ്റ് എക്സ്പെൻസ് ആയി കാണിക്കണമെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു മീൻ ബൈ റൈറ്റ് ഓഫ്? നിങ്ങൾക്ക് 5 ലക്ഷം ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് മാറിയിട്ടാണല്ലോ ബാഡ് ഡെറ്റ് ആവുക. അപ്പോ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഇതിൽ 2 ലക്ഷം രൂപ കിട്ടാൻ ചാൻസ് ഇല്ല. സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡെപ്റ്റേഴ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ആ സംശയം എപ്പോഴാണോ നിങ്ങൾ ഉറപ്പിച്ചത് കിട്ടില്ലെന്ന് മനസ്സിലാക്കി ബാഡ് ഡെറ്റ് ആക്കി ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ P&L മാറ്റുന്നു. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ടാക്സേഷനിലും അതിന്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. കൃത്യമായി റൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇനി ലിസൺ, ഒരിക്കൽ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് എഴുതി തള്ളിയ ഒരു സംഭവം നമുക്ക് പിറ്റത്തെ ഏതെങ്കിലും സബ്സീക്വന്റ് ഇയേഴ്സിൽ നമുക്ക് അത് റിക്കവർ ചെയ്യുകയാണെങ്കിൽ, റിക്കവറി ഓഫ് ബാഡ് ഡെറ്റ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്ന് നമ്മൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടോ ഇപ്പോ? ശരിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ല അല്ലെ? കാരണം ശരിക്കും ആ ബാഡ് ഡെറ്റ് നമുക്ക് തിരിച്ചു കിട്ടി. സോ ആ എക്സ്പെൻസിന്റെ എഫക്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ അത് എപ്പോഴെങ്കിലും റിക്കവർ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഇൻകം ആക്കി കാണിക്കണം. സോ ഇവിടെ മൈനസ് ചെയ്തു, ഇവിടെ പ്ലസ് ചെയ്തു. ഇപ്പൊ അന്ന് കഴിഞ്ഞ കൊല്ലം -5000 കാണിച്ചു, നമ്മൾ എക്സ്പെൻസ് സൈഡിൽ -5000 കാണിച്ചു. ശിക്കൊല്ലമായി തിരിച്ചു കിട്ടിയപ്പോ നമ്മൾ ഇവിടെ ഇൻകം സൈഡിൽ +5000 കാണിച്ചു. രണ്ടിന്റെ എഫക്ട് ഇല്ലായി പോയി, നമുക്ക് ഒന്നും സംഭവിച്ചില്ല. മനസ്സിലായോ? സോ ബാഡ് ഡെറ്റ് പറ്റി പറയുകയാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ലൈബിലിറ്റി ആണ്, നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. നോർമൽ ബാഡ് ഡെറ്റ് ആണ് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റുക, അത് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റുള്ളൂ. ഇനി സബ്സിക്വന്റ് ഇയേഴ്സിൽ നമ്മൾ എങ്ങാനും അത് റിക്കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് സൈഡിൽ കാണിക്കാം? ഇൻകം സൈഡിൽ കാണിക്കേണ്ടതായിട്ട് വരും. ദാറ്റ്സ് അബൌട്ട് ബാഡ് ഡെറ്റ്. മനസ്സിലായോ? ബാഡ് ഡെറ്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. ലിസൺ ട്ടാ, എന്താണ് ആദ്യം സീറോ കൂപ്പൺ ബോണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്? സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ നോർമലി ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ടിന് പ്രത്യേകം എന്താ വെച്ചാൽ അതിന്റെ പേര് പോലെ ഇവിടെ സീറോ, അതിന്റെ ഇൻട്രസ്റ്റ് സീറോ ആണ്. ദർ വോണ്ട് ബി എനി ഇൻട്രസ്റ്റ്. പിന്നെ എന്തിനാണ് ആൾക്കാർ അത് വാങ്ങാം? ആൾക്കാർ അത് എങ്ങനെ വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അത് ഇഷ്യൂ ചെയ്യുക 70 രൂപയ്ക്കായിരിക്കും ഡിസ്കൗണ്ടിന്. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ കമ്പനി അത് ആ ഹോൾഡറിന്, ആരാണോ അത് മേടിച്ചത് അവരുടെ അടുത്തൊന്നും അത് തിരിച്ചു മേടിക്കുക 100 രൂപയ്ക്കാണ്. സോ അയാളുടെ ലാഭം എത്രയും 30 രൂപ. ഇങ്ങനെയാണ് സീറോ കൂപ്പൺ ബോണ്ട് വർക്ക് ചെയ്യുക. അവിടെ ഇൻട്രസ്റ്റ് ഇല്ല, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യും, ഒന്നില്ലെങ്കിൽ പാർ വാല്യൂലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ പർച്ചേസ് ചെയ്യും, തിരിച്ച് പർച്ചേസ് ചെയ്യും. സോ ഹോൾഡറിന് അവിടെ അങ്ങനെ ഒരു ലാഭം ഉണ്ടാവുകയാണ്. ഇതാണ് ഡിസ്കൗണ്ട് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഹിയർ ഹോൾഡർക്ക് ഇതൊരു ഇൻകം ആണ്, അപ്പൊ അതിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വേണ്ടത്. ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് ഇതൊരു എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് അവർക്ക് എവിടെ കാണിക്കാം? PGBP എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അതെങ്ങനെ കാണിക്കാം? 30 രൂപയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വന്നത്, അത് 2 കൊല്ലമായിട്ടല്ല വന്നത്. അപ്പൊ അപ്പോഷൻ ചെയ്യണം, നമുക്ക് ഒരു കൊല്ലത്തെ എക്സ്പെൻസ് എത്ര വരിക? 15 രൂപ എന്നുള്ള സംഭവം നമ്മൾ എവിടെ കാണിക്കേണ്ടി വരും? P&L കാണിക്കാനായിട്ട് വരും. ഇങ്ങനെയാണ് സീറോ കൂപ്പൺ ബോണ്ടിന്റെ കളി. മനസ്സിലായോ? സീറോ കൂപ്പൺ ബോണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ്, ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യും, പാർലർ റിഡീം ചെയ്യും. ആ ഡിഫറൻസ് ആണ് അതിന്റെ എക്സ്പെൻസ്. അത് ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ആൾക്ക് ആ എക്സ്പെൻസ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിന് 5 വർഷമായിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ /5 ചെയ്ത് ചെയ്യണം, 4 വർഷമായിട്ടുള്ളതാണെങ്കിൽ /4 ഇയേഴ്സ് ചെയ്യണം, 1 കൊല്ലമാണെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. സീറോ കൂപ്പൺ ബോണ്ട് ഓക്കെ അല്ലേ? ഇതൊക്കെ നോർമലി എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ എന്റെ കൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ അല്ലേ എവരിബഡി? യെസ്. നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ഏതിലെ MCQ ചോദിക്കാനുള്ള ഒരു ചാൻസ് ആണ്. കമ്പനീസ് അപ്പൊ ആദ്യം മനസ്സിലാക്കി, ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും കമ്പനികൾക്ക് മാത്രം. ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ നമ്മളൊരു ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുന്ന സംഭവമാണ് ഫാമിലി പ്ലാനിങ്. കമ്പനീസിന് എങ്ങനെ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ വരിക? കമ്പനീസിന് എങ്ങനെ വരിക എന്ന് വെച്ചാൽ കമ്പനീസിൽ അവർക്ക് എംപ്ലോയീസിനും ക്ലാസ്സുകൾ കൊടുക്കുമല്ലോ, അത്തരം ക്ലാസ്സുകൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫാമിലി പ്ലാനിങ് ക്ലാസ് ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എങ്ങനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം? ഞാൻ ക്ലെയിം ഡിഡക്ഷൻസ് ഫോർ എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് ഫോർ ദ എംപ്ലോയീസ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫാമിലി പ്ലാനിങ് ക്ലാസ്സസ് കൊടുക്കാൻ ഒരാളെ കൊണ്ടുവന്നു, അപ്പൊ അയാള് ഞാൻ സാലറി ആയിട്ട് കൊടുക്കുകയാണ്, അപ്പൊ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി വലിയ വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഫാമിലി പ്ലാനിങ് ക്ലാസ്സസ് മാത്രം നടത്താൻ വേണ്ടി ഒരു ചെറിയൊരു ബിൽഡിംഗ് മേടിച്ചേക്കാം. ബിൽഡിംഗ് മേടിക്കൽ എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഫാമിലി പ്ലാനിംഗ് ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്ത പോലെ 5 കൊല്ലമായിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. വേറെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ഫുള്ളി അത് 1 കൊല്ലം എന്ത് ചെയ്താൽ മതി? ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് ഇക്കൊല്ലം ഒന്ന് ആൻസർ പറഞ്ഞേ. ഞാനൊരു കമ്പനിയാണ്. കമ്പനിക്ക് ഇക്കൊല്ലം ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ നടത്താൻ ഒരു ബിൽഡിങ്ങും ലാൻഡും മേടിക്കേണ്ടി വന്നു. മൊത്തം 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. ഇനി അത് കൊണ്ടുവരാനുള്ള ക്ലാസ് കൊടുക്കാനുള്ള ആൾക്ക് സാലറി കൊടുക്കേണ്ടി വന്നു ഒരു 2 ലക്ഷം രൂപ. സോ കമ്പനിക്ക് ഇക്കൊല്ലം കിട്ടാവുന്ന എലിജിബിൾ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ആസ് പെർ സെക്ഷൻ 36 എത്രയെന്ന് വേഗം നോക്കി പറഞ്ഞേ.
യെസ്, 4 lakhs വെരി കറക്റ്റ്. എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 10 lakhs ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് 2 lakhs കിട്ടി. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫുൾ എടുത്തു. സോ യു ആർ ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 4 lakhs. വെരി ഗുഡ്, ഫൈൻ. ഓക്കെ, ഇനി അടുത്തതുള്ളത് സെക്ഷൻ 36ലെ അടുത്ത സംഭവം സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണ്, STT. STT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല. ട്രേഡിംഗ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടി മനസ്സിലാവുക. നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടാക്സ് ആണ് STT. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ, ഐ റിപ്പീറ്റ്, ട്രേഡിംഗ് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾ STT പേ ചെയ്യുകയാണെങ്കിൽ ആ പേയ്മെന്റ് നിങ്ങൾക്ക് P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. വെരി സിമ്പിൾ. ഐ റിപ്പീറ്റ്, ട്രേഡിംഗ് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ട്രേഡിംഗിൽ നിങ്ങൾ STT പേ ചെയ്ത് നിങ്ങൾ ഷെയർ വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ STT പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രേഡിംഗ് ടാക്സ് മാത്രമല്ല, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് മാത്രമല്ല, നിങ്ങൾ കമ്മോഡിറ്റീസിൽ ഡീൽ ചെയ്യുന്നവരാണ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, അങ്ങനത്തെ കമ്മോഡിറ്റീസിൽ ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ കമ്മോഡിറ്റീസിൽ ഡീൽ ചെയ്ത് നമ്മൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത STT പേ ചെയ്യണം. കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്ത് നമ്മൾ CTT പേ ചെയ്യണം. ഇപ്പൊ CTT പേ ചെയ്യുകയാണെങ്കിലും കമ്മോഡിറ്റി ട്രേഡിംഗ് നിങ്ങളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് CTT എന്ത് ചെയ്യാൻ കാണിക്കാം? എക്സ്പെൻസ് ആയി കാണിക്കാം. സിമ്പിൾ പോയിന്റ്. സോ ട്രേഡിംഗ് നിങ്ങളുടെ ഒരു പാഷനാണ്, പാഷൻ അല്ല, ട്രേഡിംഗ് നിങ്ങളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ STT പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം, CTT പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയി കാണിക്കാം. ട്രേഡിംഗ് നിങ്ങളുടെ ഒരു ബിസിനസ് അല്ല, നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കൊടുക്കുന്ന STT ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അടുത്തത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം. എംപ്ലോയിയുടെ പെൻഷൻ എമൗണ്ട് ഉണ്ടല്ലോ, ആ പെൻഷൻ ഫണ്ടിലോട്ട് ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എൻ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തൊരു എമൗണ്ട് ആണെങ്കിലും എംപ്ലോയീസിന്റെ പെൻഷൻ സ്കീമിലോട്ട് 80CC ചാപ്റ്റർ 6A ഡിഡക്ഷൻസിൽ ഞാൻ ക്ലിയർ ആയിട്ട് എന്റെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. ചാപ്റ്റർ 6A ഡിഡക്ഷൻസിൽ 80CC പറഞ്ഞ പൈസയിലോട്ട്, പറഞ്ഞ ഫണ്ടിലോട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പെൻഷന്റെ എമൗണ്ട് ഇടുകയാണെങ്കിൽ 10% എംപ്ലോയിയുടെ സാലറിയുടെ 10% വരെ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. കൊടുക്കുന്ന മൊത്തം എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, സാലറിയുടെ 10%. സാലറി മീൻസ് ബേസിക് സാലറി പ്ലസ് DA. DA എന്ന് പറഞ്ഞ ടേംസ് ഒന്നല്ല, ഫുൾ DA ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ 10% വരെ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിന്റെ മുകളിലോട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ X എന്ന് പറഞ്ഞൊരു എംപ്ലോയി ഉണ്ട്, Y എന്ന് പറഞ്ഞൊരു എംപ്ലോയി ഉണ്ട്. X പറഞ്ഞ എംപ്ലോയി Yയുടെ 80CCD പ്രകാരമുള്ള പെൻഷൻ ഫണ്ടിലോട്ട് 1,00,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി Yയുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി ഒരു 6 lakhും DA 2 lakhുമാണ്. DAയിൽ 50% ആണ് എന്ത്? 50% DA ആണ് ടേംസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സോ എന്റെ ചോദ്യം, നിങ്ങൾക്ക് എത്ര രൂപയാണ് സെക്ഷൻ 36 പ്രകാരം ഡിഡക്ട് ചെയ്യാൻ പറ്റുക? X കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 1 lakh ആണ്. പക്ഷെ Yയുടെ സാലറി, ബേസിക് സാലറി 6 lakhും DA 2 lakhും ആണ്. അപ്പൊ എന്റെ ചോദ്യം, എത്ര രൂപയാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക? 80,000 എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ബേസിക് സാലറി 6 എടുത്തു, DA 250% ടേംസ് ഒന്നും തരണ്ട, നമുക്ക് ഹോൾഡ് ചെയ്യാൻ എടുക്കാൻ പറ്റുക. സോ 8 lakhs ആണ് എടുക്കാൻ പറ്റുക. അതിന്റെ 10% 80,000 ആണ് വരിക. ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 1 lakh ആണ്, 80,000 മുകളിലാണ്. സോ എക്സ്ട്രാ 20,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മൊത്തം ക്ലെയിം ചെയ്യാൻ പറ്റുക എത്രയാണ്? 80,000 മാത്രമാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. വെരി ഗുഡ് ഷഹബാസ്, വെരി ഗുഡ് മനീഷ. ഓക്കെ, ഫൈൻ, വെരി സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് ഇതുവരെയായിട്ടും അങ്ങനെ ചോദിക്കാത്തൊരു പ്രൊവിഷൻ ആണ്, എന്നാലും പറഞ്ഞുതരാം. നമ്മൾ അനിമൽസിനെ ഫോർ എക്സാമ്പിൾ നമുക്ക് തടിമില്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അനിമൽസിനെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കാം. അതിന്റെ മുകളിൽ എക്സ്പെൻഡിച്ചർ. ലിസൺ, ഇഫ് അനിമൽസ് യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ് സച്ച് ആസ് ഇൻ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ബിക്കം പെർമനന്റ്ലി യൂസ്ലെസ്, ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് ദ അക്വയറിംഗ് ദ അനിമൽ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ ദ ഇയർ ദ അനിമൽ ബിക്കംസ് യൂസ്ലെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഒരു മില്ലാണ്, തടിമില്ലാണ്. അവിടെ നിങ്ങളൊരു ആനനെ മേടിച്ചിട്ട് 30 ലക്ഷം രൂപ. 2 കൊല്ലം കഴിഞ്ഞപ്പോ ആന മരിച്ചുപോയി. ആന മരിച്ചു എന്നല്ലേട്ടാ പറയാ, ആന ചെരിഞ്ഞു എന്നാ പറയാ, എന്നാലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ആന മരിച്ചുപോയി. ആന മരിച്ചു പോയപ്പോൾ ആ ആനയുടെ വാല്യൂ എത്ര ലക്ഷത്തിനാണോ നിങ്ങൾ മേടിച്ചത് ആ ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് എക്സ്പെൻസ് സൈഡിൽ P&L കാണിക്കാൻ പറ്റും. ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ല, കാരണം അനിമൽസിന് ഡിപ്രീസിയേഷൻ ഇല്ല.
അനിമൽസിന് ഡിപ്രീസിയേഷൻ ഇല്ല. നിങ്ങൾ 30 ലക്ഷം രൂപയ്ക്കാണ് ആന മേടിച്ചത്, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിലും, എത്ര കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കുകയാണെങ്കിലും, എത്ര രൂപയ്ക്കാണോ നിങ്ങൾ മേടിച്ചത്, ആ യൂസ്ലെസ് ആവുന്ന ആ മരിക്കുന്ന കൊല്ലം നിങ്ങൾക്ക് ആ മേടിച്ച എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ ആയിട്ട് കാണിക്കാം. ഇനി ഇതിൽ നിന്നും നമ്മൾ കർക്കസിൽ നിന്നും എന്തെങ്കിലും റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 30 ലക്ഷം രൂപയുടെ അനിമലാണ് മരിച്ചത്, അത് മരിച്ചപ്പോൾ ആന മരിച്ചപ്പോൾ ആനയുടെ കൊമ്പ് വിറ്റിട്ട് ഒരു 3 ലക്ഷം കിട്ടി. സോ അങ്ങനെ എന്തെങ്കിലും റിയലൈസ് ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് വിറ്റിട്ടുള്ള ആ എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് നമുക്ക് റിഡക്ഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 30 ലക്ഷം രൂപയുടെ ആനയാണ് മരിച്ചത്, അതായത് കൊമ്പ് വിറ്റപ്പോൾ ഒരു 3 ലക്ഷം കിട്ടിയെങ്കിൽ നമുക്ക് എക്സ്പെൻസ് സൈഡിൽ കാണിക്കാൻ പറ്റുന്ന ലക്ഷം മാത്രമാണ് 27 ലാക്സ് മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് സൈഡിൽ കാണിക്കാനായിട്ട് പറ്റുക. മനസ്സിലായോ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. സോ ആനിമൽസ് യൂസ്ലെസ് ആയി കഴിഞ്ഞാൽ ആനിമൽസിന്റെ കോസ്റ്റ് റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ മനസ്സിലാക്കുക. ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ വാല്യൂ കുറയാത്തത് കേട്ടോ. ആനിമൽസിന് എന്തില്ല, ഡിപ്രീസിയേഷൻ ഇല്ല കേട്ടോ. ഇനി അടുത്തത് ഞാൻ മുന്നേ പറഞ്ഞതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഫോർ പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ്. യുവർ ബിസിനസ് ബോറോസ് മണി ടു അക്വയർ ന്യൂ അസറ്റ്, ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ബിഫോർ ദ അസറ്റ് ഈസ് പുട്ട് ടു യൂസ്. അസറ്റ് പുട്ടിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ അസറ്റിന്റെ വാല്യൂലൊപ്പം ആഡ് ചെയ്യണം. ഇനി അസറ്റ് യൂസ് ചെയ്തതിനു ശേഷം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഡിഡക്ട്. ബാക്കിയുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ P&L കാണിച്ചാൽ മതി. അപ്പൊ അസറ്റ് ലോൺ എടുത്ത് അസറ്റ് യൂസ് ചെയ്യുന്നത് വരെയുള്ള സാധനം അസറ്റിന്റെ കോസ്റ്റിനൊപ്പം ആഡ് ചെയ്യുക. അസറ്റിന്റെ കോസ്റ്റ് യൂസ് ചെയ്തത് മുതൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ P&L കാണിക്കുക. പോയിന്റ് നമ്പർ 15 വേണ്ട കേട്ടോ. പോയിന്റ് നമ്പർ 15 ആവശ്യമില്ല. സോ ഇതൊക്കെയാണ് സെക്ഷൻ 36 14 ഐറ്റംസ് ഞാൻ പറഞ്ഞു. 14 പഠിക്കാം. ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു, എംപ്ലോയീസിന് കൊടുക്കുന്ന ബോണസ്, നമ്മൾ ബോറോഡ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, കോൺട്രിബ്യൂഷൻ ടു ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട്, ബാഡ് ഡെറ്റ്സിനെ പറ്റി സംസാരിച്ചു, സീറോ കൂപ്പൺ കൊണ്ടിനെ പറ്റി പറഞ്ഞു, ഫാമിലി എക്സ്പെൻസ് കമ്പനിക്ക് മാത്രമേ കിട്ടുള്ളൂ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, STT പറഞ്ഞു, CTT പറഞ്ഞു, സ്പെസിഫൈഡ് ആയിട്ടുള്ള പെൻഷൻ 80CCDയിലെ പെൻഷൻ സ്കീമിലോട്ട് എമൗണ്ട് ഇട്ടാ പറഞ്ഞു, അനിമൽസിനെ പറ്റി പറഞ്ഞു, അസറ്റ് മേടിക്കാനുള്ള ലോണിനെ പറ്റി പറഞ്ഞു. ദാറ്റ് ഈസ് സെക്ഷൻ 37. സെക്ഷൻ 36. ഒരു സെക്ഷനും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തും. ഒരു സെക്ഷനും കൂടി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നിർത്തും. സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷൻസ്. ഒന്നുമില്ല മക്കള്. നമ്മള് സെക്ഷൻ 30 കണ്ടു, ബിൽഡിങ്. സെക്ഷൻ 31 കണ്ടു, പ്ലാന്റ് ആൻഡ് മെഷീനറി. സെക്ഷൻ 32 കണ്ടു, ഡിപ്രീസിയേഷൻ. സെക്ഷൻ 35 കണ്ടു, സെക്ഷൻ 35D കണ്ടു, CCC കണ്ടു, DDD കണ്ടു, സെക്ഷൻ 36 കണ്ടു. സെക്ഷൻ 37 എന്താ പറയുന്നത്? ഇത് ബിസിനസിന് വേണ്ടി മാത്രം സംബന്ധിച്ച എക്സ്പെൻസുകൾ, അതും ക്യാപിറ്റൽ അല്ലാത്ത റവന്യൂ ആയ എക്സ്പെൻഡിച്ചർ, അതും പേഴ്സണൽ അല്ലാത്ത എക്സ്പെൻഡിച്ചർ, അതും ലീഗലായ എക്സ്പെൻഡിച്ചർ, അതും സെക്ഷൻ 30 മുതൽ 36 വരെ ഇല്ലാത്ത എക്സ്പെൻഡിച്ചറുകളെ നിങ്ങൾക്ക് സെക്ഷൻ 37 ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസിങ് എക്സ്പെൻസ് നോക്കട്ടെ, കണ്ടീഷൻസ് വയ്ക്കാം. അഡ്വർടൈസിങ് എക്സ്പെൻസസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ബിസിനസ് വേണ്ടിയല്ലേ? ആണ്. ക്യാപിറ്റൽ ആണോ? അല്ല. പേഴ്സണൽ ആണോ? അല്ല. ലീഗൽ ആണോ? ആണ്. 30 മുതൽ 36 വരെ എവിടെയെങ്കിലും അഡ്വർടൈസ്മെന്റ് പറ്റി പറഞ്ഞോ? ഇല്ല. സോ നിങ്ങൾക്ക് ഈ എക്സ്പെൻസ് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ഫീസ് ബിസിനസ് വേണ്ടിയാണ്? ആണ്. ക്യാപിറ്റൽ ആണോ? അല്ല. പേഴ്സണൽ ആണോ? അല്ല. ലീഗൽ ആണോ? ആണ്. മാത്രമല്ല 30 മുതൽ 36 വരെ ഉണ്ടോ? ഇല്ല. ആൻഡ് ട്രാവൽ എക്സ്പെൻസോ ആലോചിച്ച് നോക്കിയേ. ലീഗൽ ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ക്യാപിറ്റൽ അല്ല, ബിസിനസ് വേണ്ടിയിട്ടാണ്, പേഴ്സണൽ അല്ല. സെക്ഷൻ 30 മുതൽ 36 വരെ ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ഇതും എന്താണ്, സെക്ഷൻ 37 പ്രകാരം ഡിഡക്റ്റീവ് ആണ്. സെക്ഷൻ 37 എന്ന് പറഞ്ഞാൽ 30 മുതൽ 36 വരെ അല്ലാത്ത ബാക്കി എല്ലാ റവന്യൂ ആയ ബിസിനസിന് വേണ്ടിയിട്ടുള്ള, പേഴ്സണൽ അല്ലാത്ത ഒക്കെ ഡിഡക്ഷൻസ് എന്താണ്, സെക്ഷൻ 37 ഇനി ഞാൻ നിങ്ങൾ ഇന്നലത്തെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാ. ഞാൻ സെക്ഷൻ 31 എടുക്കുമ്പോ, എവിടെയാണ് സെക്ഷൻ 31 എടുക്കുമ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 31 എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. സെക്ഷൻ 30 പ്രകാരം 4 സാധനമാണ് ഡിഡക്ഷൻ കിട്ടിയിരുന്നത്: റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, കറന്റ് റിപ്പയർ, ഇൻഷുറൻസ്. എന്നിട്ട് പറഞ്ഞു സെക്ഷൻ 31 റിപ്പയറും ഇൻഷുറൻസ് പ്രീമിയം മാത്രമാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ 31 പ്രകാരം ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? ആണ്. ലീഗൽ എക്സ്പെൻഡിച്ചർ അല്ലേ? ആണ്. പേഴ്സണൽ ആണോ? അല്ല. ബിസിനസിന് വേണ്ടിയാണോ? ആണ്. ക്യാപിറ്റൽ ആണോ? അല്ല. 30 മുതൽ 36 വരെ ഉണ്ടോ? ഇല്ല. സോ അത് നിങ്ങൾക്ക് എവിടെ ക്ലെയിം ചെയ്യാം? സെക്ഷൻ 37 ക്ലെയിം ചെയ്യാം.
മനസ്സിലായോ? അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റെന്റ് ആൻഡ് ടാക്സ്, രണ്ടും ടാക്സ് ഉണ്ടെങ്കിലും സെക്ഷൻ 37 പ്രകാരം ക്ലെയിം. അപ്പൊ ആ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. സെക്ഷൻ 37 എന്താണ് കൃത്യമായി മനസ്സിലാക്കണം. ഒട്ടുമിക്ക നോർമൽ രീതിയിലുള്ള മിസൈനിയസ് എക്സ്പെൻഡിച്ചർ, അത്ര അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതൊക്കെ സെക്ഷൻ 37 പ്രകാരമാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുക. മനസ്സിലാവും? മനസ്സിലായോ? ഓക്കെ ആണോ? ഒരു യെസ് എന്നൊരു തംസപ്പ് വന്ന് ഓക്കെ ആണെങ്കിൽ യെസ്. ഒറ്റ കാര്യം കേട്ടോ, ഒറ്റ കാര്യം കൂടി. സെക്ഷൻ 38 നമ്മള് അങ്ങനെ നോർമൽ കേസിൽ അങ്ങനെ ഉപയോഗിക്കുന്ന സെക്ഷൻ അല്ല. കാരണം സെക്ഷൻ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കേസാണ്. മിക്സഡ് യൂസ് അസറ്റ്സ്. An asset is used partly for business and partly for personal expenses are allowed proportionately. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്മളെ ബിസിനസ് വേണ്ടി റെന്റ് എടുത്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ റെന്റ് 10,000 ആണ്. പക്ഷെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പകുതി ഭാഗത്ത് നമ്മൾ സ്റ്റേ ചെയ്യാണ്, ബാക്കി പകുതി മാത്രമാണ് ബിസിനസ് ഉപയോഗിക്കുന്നതെങ്കിൽ 10,000 മൊത്തം റെന്റ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. 10,000ത്തിന്റെ 50% ആണ് റെന്റ് കാണിക്കാൻ പറ്റുക. 5,000 രൂപ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെന്റ് കാണിക്കാനായിട്ട് പറ്റുള്ളതാണിത്. നമ്മൾ അസറ്റ് മിക്സഡ് യൂസിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്തിട്ട് റീസണബിൾ ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് അപ്പോർഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു കാർ 60% ബിസിനസ് യൂസിനും 40% പേഴ്സണൽ യൂസിനാണെങ്കിൽ മൊത്തം എക്സ്പെൻസ് എന്റെ മക്കൾക്ക് P&L കാണിക്കരുത്, 60% മാത്രം എക്സ്പെൻഡിച്ചർ കാണിക്കാൻ പാടുള്ളൂ. ദിസ് ഈസ് സെക്ഷൻ 38. ഇത്ര ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഇന്ന് എടുത്തൊക്കെ എന്റെ മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? കൺസെപ്റ്റിൽ ഓക്കെ ആണോ? നമുക്ക് ഇത് വെച്ചിട്ട് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അതാണ് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഫുൾ ഫ്ലെജ്ഡ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള കൊടുത്ത് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. സോ നമുക്ക് പിന്നെ ഒരു ദിവസം കണ്ടിന്യൂ. ഇതുവരെയുള്ള ഓക്കെ അല്ലെങ്കിൽ തംസപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകാം. താങ്ക് യു ഫോർ അറ്റൻഡിങ് മൈ ക്ലാസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഫൈൻ. ഓക്കെ.